Okay, go ahead. Okay, എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? ഓഡിബിൾ അല്ലേ എല്ലാവരും? ഈ സൗണ്ട് പോരെ? ആരെങ്കിലും ഒരാളൊന്ന് മെസ്സേജ് അയക്കോ? ഓക്കെ ഓക്കെ ഫൈൻ. Okay, അപ്പോൾ okay. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു ALSന്റെ പുതിയൊരു ഇനീഷ്യേറ്റീവിലേക്ക് എന്നെ ഒരു ഫാക്കൽറ്റി ആയിട്ട് ഇൻവൈറ്റ് ചെയ്തില്ല. ഞാൻ ഇതിന്റെ ഡയറക്ടേഴ്സിനോടും അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഓരോ ഹെഡ്സിനോട് എല്ലാവരോടും ഞാൻ ഇതിന് നന്ദി പറയുകയാണ്. കൂടുതൽ ഇൻട്രൊഡക്ഷനിലേക്കൊന്നും പോകുന്നില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ PSC ബ്രിഡ്ജിങ്ങും എല്ലാം ആയിട്ട് എല്ലാവരും ഒരു PSC പ്രിപ്പറേഷൻ മോഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതൽ ഒരു ഇൻട്രൊഡക്ഷനിലേക്കൊന്നും പോകുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മൈക്രോബയോളജി ആണ് ടോപ്പിക് എടുക്കുന്നത്. അതിൽ തന്നെ മൈക്കോളജി ആണ് ഇന്ന് ഡീൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മൈക്കോളജിയെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു സെഷനാണ് മൈക്കോളജി എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ PSC എക്സാം എഴുതാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സിലബസ് പ്രകാരം എന്താണ് ഏകദേശം 30 ക്വസ്റ്റ്യൻസ് ആണ് മൈക്രോബയോളജിയിൽ ചോദിക്കുന്നത്. അതിൽ നിന്ന് 5 മൊഡ്യൂൾസിൽ നിന്നായിട്ട് 6 ക്വസ്റ്റ്യൻസ് വീതം ടോട്ടൽ 30 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അതിൽ ഏറ്റവും എന്താ പറയാ ഈ 5 മൊഡ്യൂൾസിനാണെങ്കിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ജനറൽ മൈക്രോബയോളജിയിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ്, നമ്മുടെ ബാക്ടീരിയോളജിയിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസുകൾ, പാരസൈറ്റോളജി, വൈറോളജി, മൈക്കോളജി, അങ്ങനെ ഈ 5 സെഷൻസിൽ നിന്നായിട്ട് 6 ക്വസ്റ്റ്യൻസ് വീതമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ മൈക്കോളജിയിൽ നിന്നും 6 ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. തീർച്ചയായിട്ടും ഇത് പഠിക്കണം. മറ്റൊന്നുകൊണ്ടല്ല, ചില DMLT സിലബസ് പ്രകാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൈക്കോളജി ആണ് അത്ര ഒരു ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും PSC ആണെങ്കിൽ PSC ഫോർത്ത് ഇയറിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ മൈക്കോളജി ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ 6 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതായത് ഇപ്പോൾ ഇത്രയും കാലത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ എടുത്ത് നോക്കിയാൽ 6 ക്വസ്റ്റ്യൻസുകളിൽ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസുകളും എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും പല ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്നതിലുപരി കുറച്ച് കൺഫ്യൂസിംഗ് ആക്കുന്ന സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസുകൾ മൈക്കോളജിയിൽ നിന്ന് കാണാറുണ്ട്. അതുകൊണ്ട് ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. മൈക്കോളജിയുടെ കാര്യത്തിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, പലർക്കും ബാക്ടീരിയോളജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലാബുകളിലൊക്കെ പോകുന്നത് കുറച്ചൊരു ഫെമിലിയർ ആയിരിക്കും. മൈക്കോളജി ആണെങ്കിൽ ഓർഗാനിസത്തിന് അത്ര ഒരു ഫെമിലിയർ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ്. പല ടേംസുകളും പുതിയതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് മൈക്കോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ദാറ്റ് മീൻസ് അതിന്റെ കുറച്ച് ടേംസുകൾ, നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസുകൾ, അതോടൊപ്പം തന്നെ അതിന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ്, ചെറിയൊരു ജനറൽ മോർഫോളജി, അതോടൊപ്പം തന്നെ ജനറൽ ലാബ് ഡയഗ്നോസിസ് ആണ് പറയുന്നത്. ഓക്കെ, ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നമുക്ക് എത്രത്തോളം ഈ ഒരു 2 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്നാലും മാക്സിമം നമുക്ക് കവറപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെന്റ് ബ്ലഡ് ബാങ്ക് എക്സാമിനേഷൻ എഴുതിയ ആളുകൾക്കാണെങ്കിൽ അറിയാൻ പറ്റുന്നുണ്ടാവും, 4 ക്വസ്റ്റ്യൻസ്, അതായത് ടോട്ടൽ 6 ക്വസ്റ്റ്യൻസിൽ 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്നാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ഇന്ന് എടുക്കുന്ന ഈ ഒരു ടോപ്പിക് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മിനിമം ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതായത് 3 ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പഠിക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് മൈക്കോളജിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വളരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, വളരെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ കേൾക്കുക. വെറുതെ ഒരു എന്താ പറയുക, സിനിമ കാണുന്ന ലാഘവത്തിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്ന ലാഘവത്തിൽ ഇരിക്കാതെ പോയിന്റ്സുകൾ നോട്ട് ഡൗൺ ചെയ്യുക. PPT പറയുന്ന എല്ലാ കാര്യങ്ങളും, ചില കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ പറയുന്നുണ്ടാവും, അതുപോലെ തന്നെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. കൂടുതൽ ഇൻട്രൊഡക്ഷനിലേക്കൊന്നും പോകുന്നില്ല. സോ എനിവേ, എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ എന്താണ്, വാട്ട് ഈസ് മെഡിക്കൽ മൈക്കോളജി? മെഡിക്കൽ മൈക്കോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ മെഡിക്കൽ മൈക്കോളജി ഇസ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മെഡിക്കൽ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. അതായത് മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗുകളെ ഡീൽ ചെയ്യുന്നത് ആ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ആണ് മെഡിക്കൽ മൈക്കോളജി എന്ന് പറയുന്നത്. മൈക്കോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ജനറൽ മൈക്കോളജി വരുന്നുണ്ട്, മെഡിക്കൽ മൈക്കോളജി വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മുടെ എൻവിറോൺമെന്റ്സിൽ കാണുന്ന ഒരുപാട് മഷ്റൂംസുകൾ ഉണ്ട്. അതെല്ലാം എന്താണ്, ഫംഗസുകളാണ്. അപ്പൊ അതെല്ലാം നമ്മളുടെ മൈക്കോളജിയിൽ വരുന്നതാണ്. പക്ഷെ ആസ് എ ലബോറട്ടറി പ്രൊഫഷണൽ നമുക്ക് കൂടുതൽ വേണ്ടത് മെഡിക്കൽ മൈക്കോളജി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ഫംഗുകൾ മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ. അതാണ് മെഡിക്കൽ മൈക്കോളജിയിൽ വരുന്നത്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മുടെ സറൗണ്ടിങ്ങിൽ കാണുന്ന ഫംഗസ്, മഷ്റൂംസുകൾ, അതുപോലെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഫംഗസുകളായിട്ട് വരുന്നു. അതെല്ലാം എന്താണ്, മൈക്കോളജിയിൽ വരുന്നതിനാണ്. പക്ഷെ നമ്മൾ ഇവിടെ മെഡിക്കൽ മൈക്കോളജിയാണ് കൂടുതൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഈ മൈക്കോളജി എന്ന് പറയുന്ന വേർഡ് ബാക്ടീരിയയെ കുറിച്ചുള്ളതിനെ നമ്മൾ ബാക്ടീരിയോളജി എന്ന് പറയും, പാരസൈറ്റ്സിനെ കുറിച്ചുള്ള പാരസൈറ്റോളജി എന്ന് പറയും, വൈറസിനെ കുറിച്ചുള്ള വൈറോളജി എന്ന് പറയും. പക്ഷെ ഫംഗസിനെ മാത്രം മൈക്കോളജി എന്നാണ് പറയുന്നത്.
ദാറ്റ് മീൻസ് ദ മൈക്കസ് എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത് ഒരു ഗ്രീക്ക് വേർഡ് ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മഷ്റൂം എന്നതാണ്. ഓക്കെ, അപ്പോ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് മൈക്കസ് എന്ന് പറയുന്നത് വേർഡ് മീനിങ് എന്താണെന്ന്. ദാറ്റ് മീൻസ് എന്താണ് മഷ്റൂം എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അതുപോലെ തന്നെ മൈക്കോളജി എന്ന് പറയുന്നത് ഏത് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഫംഗസിനെ കുറിച്ച് പഠിക്കുന്നതാണ് മൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഒരു എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ എക്സാംസുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ കുറച്ച് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം ഫംഗസിന്റെ. ഫംഗ എന്ന് പറയുന്നത് എന്താണ്? യുക്കാരിയോട്ടിക് സെൽ. യുക്കാരിയോട്ടിക് സെൽ, പ്രൊക്കാരിയോട്ടിക് സെൽ നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എന്താണ് ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്? എന്താണ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കും. അതുപോലെ തന്നെ സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത് പ്രൊക്കാരിയോട്ടിക്സിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഡിഫറൻസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫംഗ എന്ന് പറയുന്നത് ഒരു യുക്കാരിയോട്ടിക് സെല്ലാണ്, അത്ര അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ എന്താണ് റിജിഡ് സെൽ വാൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പ്രോസസ്സ് റിജിഡ് സെൽ വാൾ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം എന്താണ് ഒരു പ്രോകാരിയോട്ടിക് സെൽ ആണെങ്കിൽ, ഒരു ബാക്ടീരിയ ആണെങ്കിലൊക്കെ എന്താണ് അവിടെ സെൽ വാൾ ഉണ്ട്. പക്ഷെ ഇവിടത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ, ബീറ്റാ ഗ്ലൂക്കൻ ആൻഡ് അതർ പോളിസാക്കറൈഡ് ലൈക്ക് നാനോപ്രോട്ടീൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ കൈറ്റിൻ എന്ന് പറയുന്നതും ബീറ്റാ ഗ്ലൂക്കൻ എന്ന് പറയുന്നത്. എന്താണ് ഒരു ഫംഗസിന് യുണീക്ക് ആയിട്ടുള്ള ഒന്നാണ് കൈറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കൈറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന്റെ ലാബ് ഡയഗ്നോസിസിലാണെങ്കിലും അതിന്റെ ഐഡന്റിഫിക്കേഷൻ കുറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് കൈറ്റിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സെൽ വാൾ എന്ന് പറയുന്നത് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ, ബീറ്റാ ഗ്ലൂക്കൻ ആൻഡ് പോളിസാക്കറൈഡ്സ് ലൈക്ക് നാനോപ്രോട്ടീൻസ്. ഓക്കെ, അപ്പൊ ഈ ഒരു കമ്പോണൻസ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ്? കൈറ്റിൻ, ബീറ്റാ ഗ്ലൂക്കൻ ആൻഡ് നാനോപ്രോട്ടീൻസ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കമ്പോണൻസുകൾ വെച്ചിട്ടാണ് ഇവിടുത്തെ സെൽ വാൾ മേഡപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാക്ടീരിയയുടെ സെൽ വാൾ പറഞ്ഞായിരുന്നു. പക്ഷെ അവിടെ എന്താണ് പെപ്റ്റിഡോഗ്ലൈക്കാനും ടിക്കോയിക് ആസിഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഗ്രാം നെഗറ്റീവ് വേറെ, ഗ്രാം പോസിറ്റീവ് വേറെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഫംഗസിന്റെ കേസിലേക്ക് വരുമ്പോൾ സെൽ വാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ, ബീറ്റാ ഗ്ലൂക്കൻ ആൻഡ് നാനോപ്രോട്ടീൻസ്. ഓക്കെ, അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത്? എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നത്. അതായത് സൗണ്ട് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കമന്റ്സ് വരുന്നുണ്ടായിരുന്നു. ഒന്ന് അഡ്രസ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുണ്ടോ? വോളിയം എന്തെങ്കിലും കൂട്ടാനുണ്ടോ? ഓക്കെ ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഈ സൗണ്ട് മതിയോ? ഹലോ, ഇപ്പൊ ഓക്കെ ആണോ? എനിക്ക് ചാറ്റ് കാണുന്നില്ല. ചാറ്റ് നോക്കണ്ട. കുറെ പേര് ഇങ്ങനെ ക്ലിയർ ആണോ, കുറവ്, ക്ലാരിറ്റി കുറവാണ്, നോട്ട് ക്ലിയർ സർ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ആണ്? ഈ സൗണ്ട് മതിയോ? ഇത് ഓക്കെ. ദിസ് ഇസ് ഓക്കെ. അഥവാ സൗണ്ട് കുറയുന്ന അൺമ്യൂട്ട് ചെയ്ത കാര്യങ്ങളാണെന്ന് പറയാം, കാരണം ചാറ്റ് നോക്കുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഫൈൻ. എർഗോസ്റ്റിറോളിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. എന്താണ് എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നത്? എന്താണ് സെൽ മെംബ്രെയിനിൽ, അതായത് ഫംഗസിന്റെ സെൽ മെംബ്രെയിനിൽ പ്രസന്റ് ആയിരിക്കുന്ന ഒരു കമ്പോണന്റ് ആണ് എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നത്. എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നത് എന്താണ്? ഫംഗസിന് യുണീക്ക് ആയിട്ട് വരുന്ന ഒരു കമ്പോണന്റ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ആനിമൽ സെൽ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ സെൽ മെംബ്രെയിനിൽ പ്രസന്റ് ആയിരിക്കുന്നത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റീറോൾ കമ്പോണന്റ് ആണ്. എന്താണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്? സ്റ്റീറോൾ കമ്പോണന്റ് ആണത് ആനിമൽ സെല്ലിൽ പ്രസന്റ് ആയിരിക്കുന്നത്. പക്ഷെ ഇൻ കേസ് ഓഫ് ഫംഗൽ സെൽ അവിടെ എന്താണ് സെൽ മെംബ്രെയിനിൽ എർഗോസ്റ്റിറോൾ എന്ന് പറയുന്ന ഒരു സ്റ്റീറോൾ കണ്ടന്റ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നത്? ഫംഗസിന്റെ സെൽ മെംബ്രെയിനിൽ പ്രസന്റ് ആയിരിക്കുന്ന കമ്പോണന്റ് ഏതാണെന്ന് ചോദിക്കും. എർഗോസ്റ്റിറോൾ ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും, മറ്റേതെങ്കിലും സ്റ്റീറോൾ കോമ്പൗണ്ട്സിന്റെ പേരുകൾ കൊടുക്കും. അതുകൊണ്ട് എന്താണ് എർഗോസ്റ്റിറോൾ ആണ് ഫംഗസിന്റെ കേസിൽ പ്രസന്റ് ആയിരിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്ത് ആരെങ്കിലും ഉത്തരം പറയാം. നമ്മൾ പ്രൊകാരിയോട്ടിക് സെല്ലിന്റെ കേസിൽ നമ്മൾ സ്റ്റീറോൾ കോമ്പൗണ്ട് സെൽ മെംബ്രെയിനിൽ ആബ്സെന്റ് ആണെന്ന് പറയും. പക്ഷെ എക്സെപ്റ്റ് എ ബാക്ടീരിയ അല്ലെങ്കിൽ എക്സെപ്റ്റ് പ്രൊകാരിയോട്ടിക് സെല്ലാണ്. ഏത് ബാക്ടീരിയയിലാണെന്ത് അല്ലെങ്കിൽ ഏത് ഓർഗാനിസത്തിലാണ് സ്റ്റീറോൾ കണ്ടന്റ് പ്രസന്റ് അല്ലാത്തൊരു പ്രൊകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്ത് പറയണേ, ചാറ്റ് നോക്കുന്നില്ല. മൈക്കോപ്ലാസ്മ. വളരെ കറക്റ്റ് ആണ്. മൈക്കോപ്ലാസ്മയാണ് എന്ത് ഒരു ബാക്ടീരിയൽ സെൽ വിത്തൗട്ട് സ്റ്റീറോൾ കണ്ടന്റ് എന്ന് പറയുന്നത്. വിത്ത് സ്റ്റീറോൾ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള പ്രൊകാരിയോട്ടിക് സെൽസിനൊക്കെ എന്താണ് സ്റ്റീറോൾ കണ്ടന്റ് ആബ്സെന്റ് ആണ്. പക്ഷെ എന്താണ് മൈക്കോപ്ലാസ്മയുടെ കേസിൽ സ്റ്റീറോൾ കണ്ടന്റ് പ്രസന്റ് ആണ്. ഓക്കെ, അപ്പൊ അതൊരു നോട്ട് ഡൗൺ ചെയ്ത് വെക്ക്, പലപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ വീണ്ടും വരുമ്പോൾ എന്താണ് ഫംഗി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിന് ചോദിച്ചേക്കാം. ഫംഗി മേ ബി ഓൺലി സീൻ ആസ് മൾട്ടി സെല്ലുലാർ എന്ന് ചോദിക്കും. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എന്താണ് ഫംഗി എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആയിട്ടും കാണാം, മൾട്ടി സെല്ലുലാർ ആയിട്ടും കാണാം. കാരണം നമ്മുടെ ഈസ്റ്റ് സെല്ലുകൾ എടുത്ത് നോക്കുമ്പോൾ മേ ബി പ്രസന്റ് ആസ് യൂണിസെല്ലുലാർ. ഓക്കെ, മോൾഡുകൾ അധികം മൾട്ടി സെല്ലുലാർ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ യൂണിസെല്ലുലാർ ആയിട്ടും മൾട്ടി സെല്ലുലാർ ആയിട്ടും ഫംഗസുകൾ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഡിവിഷൻസ് അല്ലെങ്കിൽ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അസെക്ഷൽ മീൻസ് ഓർ സെക്ഷൽ മീൻസ് ആണ് നടക്കുന്നത്. സെക്ഷലി നടക്കാം അല്ലെങ്കിൽ അസെക്ഷലി നടക്കാം. മേലെ ഈസ്റ്റ് സെൽസിലേക്ക് എന്താണ് അസെക്ഷലി ആണെന്ന് റീപ്രൊഡക്ഷൻസ് നടക്കുന്നത്. മറ്റ് മോൾസിലേക്കാണെങ്കിൽ മെജോറിറ്റി സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണെന്ന് റീപ്രൊഡക്ഷൻസ് നടക്കുന്നത്. ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതൊക്കെ വെച്ചിട്ടായിരിക്കും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റൻസുകൾ ചോദിക്കുക. കൺഫ്യൂഷൻസ് വരരുത്. ഇവിടെ എന്താണ് യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ, അതായത് എന്താണ് രണ്ട് തരത്തിലും കാണപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ മനസ്സിലായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പോകുമ്പോൾ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ് ഫംഗൽ സെൽ എന്ന് പറയുന്നത് എന്താണ് ഒരു യൂക്കാരിയോട്ടിക് സെല്ലാണെന്ന് പറഞ്ഞു. നമ്മുടെ ആനിമൽ സെൽ എന്ന് പറയുന്നത് എന്താണ് അതൊരു യൂക്കാരിയോട്ടിക് സെല്ലാണ്. അപ്പോൾ നമുക്ക് ഒരു യൂക്കാരിയോട്ടിക് സെൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സിമിലാരിറ്റീസ് വരുന്നുണ്ട്. ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, കാരണം എന്താണ് ഇതൊരു യൂക്കാരിയോട്ടിക് സെല്ലാണ്, ഇതൊരു യൂക്കാരിയോട്ടിക് സെല്ലാണ്. പക്ഷെ ആനിമൽ സെൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സെൽ വാൾ ആബ്സെന്റ് ആയിരിക്കും. പക്ഷെ എന്താണ് ഫംഗസ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സെൽ വാൾ പ്രസന്റ് ആയിരിക്കും. അതാണ് ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ സെൽ ഓർഗാനിസങ്ങളും ഏകദേശം സിമിലർ തന്നെയാണ്. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ട് ന്യൂക്ലിയസ് ഇവിടെയും ഫംഗസിന് വരുന്നുണ്ട്, ആനിമൽ സെല്ലിലും വരുന്നുണ്ട്. മറ്റുള്ള മൈറ്റോകോൺട്രിയ, റൈബോസോംസ്, ഗോൾഗി അപ്പാരറ്റസ് ഒക്കെ എന്താണ് ആനിമൽ സെല്ലിലും വരുന്നുണ്ട്, ഫംഗൽ സെല്ലിലും വരുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കാൻ ജസ്റ്റ് ഒരു ഇലസ്ട്രേഷൻ കൊടുക്കുന്നത്. അടുത്തത് ബാക്ടീരിയൽ സെല്ലും ഫംഗൽ സെല്ലും വരുമ്പോൾ എന്താണ് ബാക്ടീരിയൽ സെൽ എന്ന് പറയുമ്പോൾ എന്താണ് പ്രോകാരിയോട്ടിക് സെല്ലാണ്, ഫംഗൽ സെൽ എന്ന് പറയുമ്പോൾ യൂക്കാരിയോട്ടിക് സെല്ലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഫറൻസുകൾ വരുന്നുണ്ട്. എന്താണ് ഇവിടെ വരുമ്പോൾ എന്താണ് ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല, ഇവിടേക്ക് എന്താണ് ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് പ്രസന്റ് ആണ്, ഇവിടെ മീസോസോം പ്രസന്റ് ആണ്, ഇവിടെ മീസോസോം ആബ്സെന്റ് ആണ്. അങ്ങനെയുള്ള ഒരുപാട് ഡിഫറൻസുകൾ. സെല്ലിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പൊ എന്താണ് ഒരു യൂക്കാരിയോട്ടിക് സെല്ലാണ് ഫംഗൽ സെൽ എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇത്രത്തോളം ഡിഫറൻസുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫംഗൽ സെൽ വാൾ ആണ്. സെൽ വാളിന്റെ മോർഫോളജി നമ്മൾ പറഞ്ഞ എന്താണ് ഫംഗസിൽ സെൽ വാൾ ഉണ്ടെന്ന് പറഞ്ഞു. സെൽ വാൾ പ്രൊക്കാരിയോട്ടിക് സെല്ലിൽ നിന്ന് ഡിഫറെന്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞു. അതിന്റെ കമ്പോണൻസ് പറഞ്ഞു. എന്തൊക്കെയാണ് കമ്പോണൻസ്? ഫസ്റ്റ് വൺ കൈറ്റിൻ ഉണ്ട്, അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു ഗ്ലൂക്കാൻ ലെയർ ഉണ്ടാവും, അതിന് മുകളിൽ ഒരു മാനോ പ്രോട്ടീൻസ് ഉണ്ടാവും, പോളിസാക്കറൈഡ് ആയിട്ട് മാനോ പ്രോട്ടീൻസ് ഉണ്ടാവും. ഓക്കെ, എന്തൊക്കെയാണ്? കൈറ്റിൻ ഉണ്ട്, ഗ്ലൂക്കാൻ ഉണ്ട്, മാനോ പ്രോട്ടീൻസ് ഉണ്ട്, CGM. ഓക്കെ, CGM എന്താണ് പ്രസന്റ് ആണ്? കൈറ്റിൻ, ഗ്ലൂക്കാൻ ലെയർ ആൻഡ് മാനോ പ്രോട്ടീൻ. അതേപോലെ തന്നെ നമ്മൾ എർഗോസ്റ്റിറോളിന്റെ കാര്യം പറഞ്ഞു. എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നത് സെൽ മെംബ്രെയിനിൽ പ്രസന്റ് ആയിരിക്കുന്ന ഒരു കമ്പോണന്റ് ആണെന്നുള്ള കാര്യം. അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഫംഗസിന്റെ സെൽ വാളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സെൽ വാൾ ആൻഡ് സെൽ മെംബ്രെയിൻ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ കൈറ്റിൻ സിന്തേസ് ഉണ്ട്, β1,3 ഗ്ലൂക്കാൻ സിന്തേസും എന്താണ് സെൽ മെംബ്രെയിനിൽ പ്രസന്റ് ആയിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അറിയുന്ന ആളുകൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഏത് ഫംഗസിലാണ് വിച്ച് ഫംഗസ് ഹാവ് സ്റ്റീറോൾ കണ്ടന്റ് ആസ് കൊളസ്ട്രോൾ? ദാറ്റ് മീൻസ് ഇറ്റ് ലാക്സ് എർഗോസ്റ്റിറോൾ. എർഗോസ്റ്റിറോൾ ആബ്സെന്റ് ആയിട്ടുള്ള ഒരു ഫംഗസ് ഏതാണ്? നമുക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റും. Pneumocystis carinii. വളരെ കറക്റ്റ് ആണ്. ന്യൂമോസിസ് കാരിനി അല്ലെങ്കിൽ ന്യൂമോസിസ് ജിറോവെസി എന്ന് പറയുന്നതാണ് എന്ത് ഒരു ഫംഗസ് വിച്ച് കണ്ടെയ്നിങ് കൊളസ്ട്രോൾ ബട്ട് ലാക്സ് എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ് ആണ് എന്താണ് ന്യൂമോസിസ് ജിറോവെസി അല്ലെങ്കിൽ ന്യൂമോസിസ് കാരിനി എന്ന് പറയാം. ഓക്കെ, അവർക്ക് എന്താണ് എർഗോസ്റ്റിറോൾ ആക്സിഡന്റ് ആണ്, അവിടെ കൊളസ്ട്രോൾ മാത്രമേ പ്രശ്നം ആയിരിക്കുള്ളൂ. ഓക്കെ, ന്യൂമോസിസ് ജിറോവെസി ചിലപ്പോൾ ചില പഴയ മൈക്കോളജി ടെക്സ്റ്റ് ബുക്കുകളും ചിലപ്പോൾ കണ്ടേക്കണം എന്നില്ല. കാരണം പഴയ കാലത്ത് ഇതിനെ ഒരു പാരസൈറ്റ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ പുതിയ ഒരു ജനറ്റിക് സീക്വൻസിംഗ് വന്നതിന് ശേഷം ഇതിനെ നമ്മൾ എന്താണ് പാരസൈറ്റ് സോറി ഫംഗസ് ആയിട്ടാണ് എന്ത് ടാക്സോണമിക്കലി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ന്യൂമോസിസ് ജിറോവസി ആണ് എന്ത് ഒരു ഫംഗസ് വിച്ച് കണ്ടെയ്ൻ ലാക്ടോസ് ആൻഡ് ലാക്സ് കൊളസ്ട്രോൾ ആൻഡ് ലാക്സ് എർഗോസ്ട്രോൾ എന്ന് പറയും. ഓക്കെ, ഒരു പോയിന്റ് കിട്ടിയല്ലോ. നെക്സ്റ്റ് വൺ നമ്മൾ ക്ലാസിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ രണ്ട് ടൈപ്പ് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. എന്താണ് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ. മോർഫോളജിക്കൽ എന്ന് പറയുമ്പോൾ അതിന്റെ മോർഫോളജി സ്ട്രക്ചർ വൈസ്, ടാക്സോണമിക്കൽ എന്ന് പറയുമ്പോൾ അതിന്റെ ടാക്സോണമി ബേസ്. മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുമ്പോൾ നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യും. എന്തൊക്കെയാണ്? ഈസ്റ്റ്, ഈസ്റ്റ് ലൈക്ക്, മോൾഡ്, ഡൈമോർഫിക് ഫംഗി. എന്തൊക്കെയാണ്? ഈസ്റ്റ് എന്ന് പറയാം, ഈസ്റ്റ് ലൈക്ക് എന്ന് പറയാം, മോൾഡ് എന്ന് പറയാം, ഡൈമോർഫിക് ഫംഗി എന്ന് പറയാം. ഇങ്ങനെ നാല് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻസ് ആണ് ഫംഗസിന്റെ കേസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഓരോന്ന് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ്റ്റ് എന്ന് പറയുന്നത്. ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോ ആസ് റൗണ്ട് ടു ഓവൽസ്. റൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഓവൽ സെല്ലായിട്ട് നമുക്ക് എന്താണ് ഈസ്റ്റ് ഓർഗാനിസത്തിന് നമുക്ക് കാണപ്പെടാം. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി യൂണിസെല്ലുലാർ ആയിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞതാണ് യൂണിസെല്ലുലാർ ആയിട്ടോ മൾട്ടി സെല്ലുലാർ ആയിട്ടോ കാണുന്നത്. അപ്പൊ ഈസ്റ്റ് സെല്ലുകൾ ഈസ്റ്റ് ഓർഗാനിസംസ് മെയിൻലി യൂണിസെല്ലുലാർ ആയിട്ടാണ് കാണുന്നത്. അവരെന്താണ് റൗണ്ട് ടു ഓവൽ സെല്ലായിട്ട് മെയിൻലി കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഇറ്റ് റിപ്രൊഡ്യൂസ് ബൈ എൻ അസെക്ഷൽ പ്രോസസ് കോൾഡ് ബഡ്ഡിംഗ്. നേരത്തെ പറഞ്ഞ എന്താണ് ഫംഗസ് എന്ന് പറയുന്നത് അസെക്ഷലി ആൻഡ് സെക്ഷലി എന്താണ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഈസ്റ്റ് സെൽ എന്ന് പറയുന്നത് മെയിൻലി അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. ദാറ്റ് മീൻസ് ബഡ്ഡിംഗ് വഴിയാണ് അവിടെ റീപ്രൊഡക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ബഡ്ഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു നമ്മുടെ ഒരു പാരന്റ് സെല്ലിൽ നിന്ന് ഒരു പ്രൊട്ടൂബറൻസ് അല്ലെങ്കിൽ എന്താണ് ഒരു ബൾജിങ് പോലെ ഒരു ബഡ് ഫോം ചെയ്തിട്ട് എന്തെയ്യുന്നു അത് എൻലാർ ചെയ്തിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ട് അതൊരു ഡോട്ടർ സെല്ലായിട്ട് മാറുന്നു. ഓക്കെ, അതാണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. സെൽ ഫോം പ്രൊട്ടൂബറൻസ് വിച്ച് enlarge and eventually separate from the parent cell. ഓക്കെ, മനസ്സിലായല്ലോ ബഡ്ഡിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. ആൻഡ് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്രിപ്റ്റോകോക്കസ് നിയോഫോമസ് ആൻഡ് സക്കറോമൈസിസ് സർവീസ് ആണ് നമ്മൾ കോമൺലി പറയുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ഈസ്റ്റുകൾ ഉണ്ട്. ക്രിപ്റ്റോകോക്കസ് നിയോഫോമസ് എന്ന് പറയുന്നത് പാത്തോജനിക് ഈസ്റ്റ് ആണ്. സക്കറോമൈസിസ് സർവീസ് എന്ന് പറയുന്നത് നോൺ പാത്തോജനിക് ആണ്. ഓക്കെ, ക്രിപ്റ്റോകോക്കസ് നിയോഫോമസ് മെയിൻ ജെയിൻസ് കോസ് ചെയ്യുന്നതാണ്. സക്കറോമൈസിസ് സർവീസ് എന്ന് പറയുന്നത് നമ്മളെ ബേക്കേഴ്സ് ഈസ്റ്റ് നമ്മളെ അപ്പത്തിലേക്ക് ഉപയോഗിക്കുന്നതാണ് സക്കറോമൈസിസ് സർവീസ് എന്ന് പറയുന്നത്. ഒരു നോൺ പാത്തോജനിക് ആയിട്ടുള്ള ഈസ്റ്റ്. ഓക്കെ,
ഈസ്റ്റിന്റെ കാര്യത്തിൽ ഇത്രയാണ് പറയാനുള്ളത്. ഇതാണ് ഒരു ബഡിങ്ങിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഒരു പാരന്റ് സെല്ലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഒരു വാക്യൂൾ ഉണ്ട്, ഒരു സെല്ലാണ്, സിംഗിൾ പാരന്റ് സെൽ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബഡ് ഫോം ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ന്യൂക്ലിയസ് അവിടെ ഡിവൈഡ് ചെയ്യുന്നു. ആ ന്യൂക്ലിയസിന്റെ ഒരു പാർട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ ബഡിലേക്ക് വരുന്നു. ആ ബഡ് എന്ത് ചെയ്യുന്നു, എല്ലാം ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്, ഡോട്ടർ ഈസ്റ്റ് സെല്ലായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് അവിടെ മൾട്ടിപ്ലിക്കേഷൻ. ഇതാണ് ബഡിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ. ഓക്കെ, അപ്പൊ ഈസ്റ്റിൽ നടക്കുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതിന് ബഡിങ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, കാര്യം കിട്ടിയല്ലോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈസ്റ്റ് ലൈക്ക് ആണ്. എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈസ്റ്റ് വേറെ, ഈസ്റ്റ് ലൈക്ക് ഓർഗാനിസംസ് വേറെയാണ്. ഓക്കെ, പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ വരുന്നതാണ് ഈസ്റ്റും ഈസ്റ്റ് ലൈക്കും ഒന്നാണോ എന്നുള്ളത്. ഓക്കെ, ഈസ്റ്റ് ലൈക്ക് ഓർഗാനിസംസ് വേറെയാണ്, ഈസ്റ്റ് ഓർഗാനിസംസ് വേറെയാണ്. ഓക്കെ, ഈസ്റ്റ് ലൈക്ക് ആണ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. In some yeast, the bud remains attached to the mother cell, elongates and undergoes repeated budding to form chain of elongated cells known as pseudohyphae. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണ്, ഈ ഈസ്റ്റിന്റെ കേസിൽ ബഡിങ് എന്ന് പറഞ്ഞ രീതിയിലാണ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് എന്താണ്, അവിടെ എന്ത് ചെയ്യുന്നു, ഈ ബഡിങ് ഫോം ചെയ്ത് എൻലാർജ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ അത് സെപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ചില ഈസ്റ്റ് സെല്ലുകൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സെല്ലിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ബഡ് ഫോം ചെയ്തിട്ട് അത് ഈ ബഡ് ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അത് അവിടെ നിന്ന് എല്ലാം ചെയ്യുന്നു, അത് സെപ്പറേറ്റ് ചെയ്ത് വരുന്നില്ല. ഓക്കെ, അങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ചെയിൻ ഓഫ് ബഡിങ് അവിടെ ഇങ്ങനെ ഫോം ചെയ്യുന്നു. ഓക്കെ, നമ്മൾ സാധാരണ ഈസ്റ്റിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു, ഈ ബഡ് ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ ബഡ് എൻലാർജ് ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നു, അടുത്ത ഒരു സെല്ലായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് ഈസ്റ്റിന്റെ കേസിൽ നടക്കുന്നത്. പക്ഷെ എന്താണ്, ഈസ്റ്റ് ലൈക്ക് ഓർഗാനിസംസ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ബഡ് ഫോം ചെയ്യുന്ന ബഡിനെ അഡ്ജസ്റ്റ് ആയിട്ട് അടുത്തൊരു ബഡ് ഫോം ചെയ്യുന്നു. അങ്ങനെ ഒരു സീരീസ് ആയിട്ട് ഒരു ചെയിൻ പോലെ ഫോം ചെയ്യുന്നു. ഇത്തരത്തിൽ ഫോം ചെയ്യുന്ന ഈ ഒരു ചെയിനിന് പറയുന്നത്, ഈ എലോങ്ങേറ്റഡ് ചെയിൻ ഫോം കണ്ടോ, ഇതിന് പറയുന്ന പേരാണ് എന്ത്, സ്യൂഡോ ഹൈഫെ എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലാക്കി, സ്യൂഡോ ഹൈഫെ എന്ന് പറയുന്നത് ഈസ്റ്റ് ലൈക്ക് ഓർഗാനിസത്തിലാണ് കാണുക. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ഈ ബഡിങ് എന്ത് ചെയ്യുന്നു, എൻലാർജ് ചെയ്ത് വന്നിട്ട് ചെയിന് പോലെ സെപ്പറേറ്റ് ചെയ്യാതെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചെയിന് പോലെ കാണുന്നതിനാണ് സ്യൂഡോ ഹൈഫെ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രൂ ഹൈഫെ എന്ന് കണ്ടു. ഈ ട്രൂ ഹൈഫയും സ്യൂഡോ ഹൈഫയും തമ്മിലുള്ള ഡിഫറൻഷിയേഷൻ പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് സോഴ്സസ് ആയി ചോദിച്ചേക്കാം. എന്താണ് ട്രൂ ഹൈഫയും സ്യൂഡോ ഹൈഫയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒരിക്കലും കൺഫ്യൂഷൻ ആയി പോകരുത്. ട്രൂ ഹൈഫെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോൾഡിൽ കാണുന്നതാണ് ട്രൂ ഹൈഫെ എന്ന് പറയുന്നത്. അവിടെ എന്താണ്, ഒരു പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതുപോലെയുള്ള പാരലൽ ആയിട്ടുള്ള ഒരു സെൽ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. അവിടെ എന്താണ്, ഇതുപോലെയുള്ള കൺസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ ഒരു കൺസ്ട്രിക്ഷൻ കണ്ടോ, ഒരു സെല്ല് വരുമ്പോൾ അടുത്തൊരു സെല്ലിലേക്ക് വരുമ്പോൾ ഒരു കൺസ്ട്രിക്ഷൻ കണ്ടോ, ഈ കൺസ്ട്രിക്ഷൻ ഉണ്ടാവില്ല. ഇവിടെ കണ്ടോ, ഇവിടെ പാരലൽ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഈ കൺസ്ട്രിക്ഷൻസ് അവിടെ ആബ്സെന്റ് ആയിരിക്കും ട്രൂ ഹൈഫയുടെ കേസിൽ. അതാണ് ട്രൂ ഹൈഫയുടെ മേജർ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ആണ് ഇവിടെ പറഞ്ഞത്, സ്യൂഡോ ഹൈഫ ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ഫ്രം ട്രൂ ഹൈഫ ആസ് ദേ ഹാവ് കൺസ്ട്രിക്ഷൻ അറ്റ് ദ സെപ്റ്റ. ഓക്കെ, കൺസ്ട്രിക്ഷൻസ് ആബ്സെന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ മേജർ ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ദ സെപ്റ്റം ആണ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് കാൻഡിഡ സ്പീഷീസ് ആണ്. ഓക്കെ, കാൻഡിഡ സ്പീഷീസ് എന്ന് പറയുന്നത് ഒരു ഈസ്റ്റ് ലൈക്ക് ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഈസ്റ്റ് നമ്മൾ എന്താണ് എക്സാമ്പിൾ പറഞ്ഞത്, ക്രിപ്റ്റോകോക്കസ് ആണ്. ഈസ്റ്റ് ലൈക്ക് ഓർഗാനിസം എന്ന് പറഞ്ഞത് കാൻഡിഡ സ്പീഷീസ് ആണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും മാറിപ്പോകരുത്. ക്രിപ്റ്റോകോക്കസും കാൻഡിഡയും തമ്മിൽ എന്താണ് മാറിപ്പോകരുത്. ഒന്ന് ഈസ്റ്റും ഒന്ന് ഈസ്റ്റ് ലൈക്ക് ഓർഗാനിസവും ആണ്. ഓക്കെ, അതേപോലെ തന്നെ സ്യൂഡോ ഹൈഫയും ട്രൂ ഹൈഫയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മോൾഡ് ആണ്. മോൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ദേ ഗ്രോ ആസ് ലോങ് ബ്രാഞ്ചിങ് ഫിലമെന്റ്സ് ഓഫ് സൗണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സൗണ്ട് ക്ലിയർ അല്ലാന്ന് കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ്, എന്തെങ്കിലും ഒരു സെക്കൻഡ് ഒന്ന് പോസ് ചെയ്യണേ. ബ്ലൂടൂത്ത് ഹെഡ് സെറ്റിന് പകരം വയേർഡ് യൂസ് ചെയ്താൽ ക്ലാരിറ്റി കിട്ടാം, വൈശാഖ് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് ചെയ്തോളൂ സാർ. ഒരു മിനിറ്റ് പോസ് ചെയ്തിട്ട് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അതായിരിക്കും നല്ലത്. എല്ലാവരും ഒരു നിമിഷം ഒന്ന് സമാധാനമായിട്ട് ഇരിക്കും കേട്ടോ. ഞാൻ പണ്ട് പറയുന്നത് പോലെ ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ എന്താ ചെയ്യാ, 60 മുതൽ 1 വരെ താഴോട്ടൊന്ന് എണ്ണിക്കോളൂ, ഒന്ന് റിലാക്സ് ചെയ്യൂ. ചന്ദ്ര സാർ ഉണ്ടല്ലോ, സാറ് സൗണ്ട് ഒന്ന് ക്ലിയർ ആക്കുവാണേ. അതാണ്, ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്തിട്ടുണ്ട്.
എന്തായാലും ഈ ക്ലാസ്സുകളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്തെടുക്കും കേട്ടോ, ആരും വിഷമിക്കണ്ട. ആർക്കെങ്കിലും ചെറുതായിട്ട് കേൾവി കുറഞ്ഞു എന്നൊന്നും തോന്നുന്നു വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ എന്തായാലും റിപ്പീറ്റ് ചെയ്യും. മാത്രമല്ല അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ, ഡീറ്റെയിൽ ഡിസ്കഷൻ നമ്മുടെ മെയിൻ ക്ലാസ്സുകളിൽ എന്തായാലും ഉണ്ടാവും. എല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്യൂ. പിന്നെ ഞാൻ അയക്കുന്ന PPT സ്ലൈഡുകളൊക്കെ നിങ്ങൾ വായിക്കാറുണ്ടോ? അത് ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് വായിക്കണം എന്ന് പറയാറുണ്ട്. എല്ലാവരും വായിക്കാറുണ്ടോ? യെസ്. അങ്ങനെ വായിക്കുന്നത് കൊണ്ട് ഉപകാരമുണ്ടോ? ഓക്കെ, യെസ് യെസ് യെസ്. വായിക്കുന്നത് കൊണ്ട് ഉപകാരമുണ്ട് അല്ലേ? ഓക്കെ. നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം വായിച്ചാലും മതി. നിങ്ങൾ സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വായിച്ച് പരിചയമുള്ള നിങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും പുസ്തകങ്ങളിൽ അത് വായിച്ചാലും മതി. സർ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓ, ഇപ്പൊ ഓക്കെയാണ്. ലെറ്റ് us കണ്ടിന്യൂ. താങ്ക് യു. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോറി ഫോർ ദ ഡിലേ. ഓക്കെ, അപ്പോൾ എനിവേ നമ്മൾ മോൾഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മോൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ലോങ് ബ്രാഞ്ചിങ് ഫിലമെന്റ് ആയിട്ടാണ് വരുന്നത്. അവിടെ എന്താണ്, ഒരു ഹൈഫേ ആണ് ഫോം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ട്രൂ ഹൈഫേ എന്ന് പറഞ്ഞു. ആ ട്രൂ ഹൈഫേ ആണെന്ത് മോൾഡിന്റെ കേസിൽ വരുന്നത്. അവിടെ എന്താണ്, ഒരു ലോങ് ബ്രാഞ്ചിങ് ഫിലമെന്റ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഈ ഹൈഫയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ ബി either septate or നോൺ സെപ്റ്റേറ്റ്. സെപ്റ്റേറ്റ് ആയിട്ടോ കാണാം, അല്ലെങ്കിൽ നോൺ സെപ്റ്റേറ്റ് ആയിട്ടോ കാണാം. എന്താണ് സെപ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ട്രാൻസ്വേഴ്സ് വാൾ പ്രസന്റ് ആയിരിക്കും. നോൺ സെപ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ട്രാൻസ്വേഴ്സ് വാൾ ആബ്സെന്റ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ്. അതിന് നമുക്ക് സീനോസൈറ്റിക് എന്ന് പറയാം. ഓക്കെ, കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും എനിക്ക് പറയാം. അതുകൊണ്ട് ഈ പിക്ചർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ കണ്ടോ, ഓരോ സെപ്റ്റം വൈസ് കാണുന്നുണ്ടോ? ഇതാണ് സെപ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഒരു പാർട്ടീഷൻ കണ്ടോ, ഇതാണ് സെപ്റ്റം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സെപ്റ്റം പ്രസന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിൽ ഓരോ സെഗ്മെന്റിന്റെ അടുത്തും ഓരോരോ ന്യൂക്ലിയസുകൾ കണ്ടോ, ഈ ബ്ലൂ കളറിൽ കാണും. ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന പേരാണെന്ത്, സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണത് സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ആ സെപ്റ്റം ഇവിടെ ആബ്സെന്റ് ആണ്. ആ ട്രാൻസ്വേഴ്സ് വാൾ എന്ന് പറയുന്നത് ഇവിടെ ആബ്സെന്റ് ആണ്. ഇവിടെ എന്താണ്, ഓരോ ന്യൂക്ലിയസുകളാണ് പ്രസന്റ് ആയിരിക്കുന്നത്. ഇവിടെ എന്താണ്, ഇപ്പോൾ ഒരു സെഗ്മെന്റിനകത്ത് തന്നെ എന്താണ് 3 ന്യൂക്ലിയസുകൾ, ഒരുപാട് ന്യൂക്ലിയസുകളായിട്ട് കാണപ്പെടും. അതാണ് ഇവിടെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. ഇതിനെ പറയുന്ന പേരാണ് സീനോസൈറ്റിക് ഹൈഫേ, അല്ലെങ്കിൽ അസെപ്റ്റേറ്റ് ഹൈഫേ, അല്ലെങ്കിൽ നോൺ സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ സെപ്റ്റേറ്റ് ഹൈഫേ എന്താന്ന് മനസ്സിലായി, അസെപ്റ്റേറ്റ് ഹൈഫേ എന്താന്ന് മനസ്സിലായി. അല്ലെങ്കിൽ അതിനെ നമുക്ക് പറയാം നോൺ സെപ്റ്റേറ്റ് ഹൈഫേ, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് സീനോസൈറ്റിക് ഹൈഫേ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അതേപോലെ തന്നെ എന്താണ് ഹൈഫേ, ഞാൻ പറഞ്ഞ ഹൈഫേ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഹൈഫേ, ഒരുപാട് ഹൈഫേകൾ കൂടി ചേർന്നിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് മൈസീലിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരുപാട് ഹൈഫേ കൂടി ചേർന്നിട്ടാണ് മൈസീലിയം ഫോം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ മൈസീലിയം എന്താണ്, ഹൈഫേ എന്താണെന്ന് മനസ്സിലായല്ലോ? ഹൈഫേ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, മൈസീലിയം ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോ ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചേക്കാം, എന്താണ് മൈസീലിയം ഗ്രോ കണ്ടിന്യൂസ്ലി ആൻഡ് ഫോംസ് എ ബ്രാഞ്ചിങ് ടാങ്കിൾഡ് മാസ് ഓഫ് ഗ്രോത്ത് കോൾഡ് ഹൈഫേ എന്ന് ചോദിച്ചേക്കാം. അപ്പൊ കൺഫ്യൂഷൻസ് വരരുത്, അത് തെറ്റാണ്. കാരണം എന്താണ്, ഹൈഫേ ഗ്രോ ചെയ്ത് കണ്ടിന്യൂസ്ലി ഫോം ചെയ്തിട്ടുണ്ട് ബ്രാഞ്ചിങ് ടാങ്കിൾഡ് മാസ് ആയിട്ട് മാറുന്ന അതിന് പറയുന്ന പേര് മൈസീലിയം എന്നാണ്. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അങ്ങനെ ചോദിച്ചിട്ടില്ല, ഞാൻ പറയാം, അങ്ങനെ ചോദിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് മൈസീലിയം എന്താണ്, ഹൈഫേ എന്താണെന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഇവിടെ പറയുന്നതാണ് മോൾഡ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്ഷൽ ആൻഡ് അസെക്ഷൽ സ്പോർട്സ് വഴിയാണ്. മെയിൻലി സ്പോർട്സ് വഴിയാണ്. മെജോറിറ്റി ഓഫ് ദ കേസിലും സെക്ഷൽ സ്പോർട്സും അതേപോലെ തന്നെ അസെക്ഷൽ സ്പോർട്സും എന്താണ് മോൾഡിന്റെ കേസിൽ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മേജർ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഡെർമറ്റോഫൈറ്റ്സ് വരാം, ആസ്ട്രഗില്ല സ്പീഷീസ് വരാം, പെൻസിലിൻ സ്പീഷീസ്, ട്രൈസോപ്പസ്, എക്സെട്ര ഒരുപാട് എന്താണ് ഒരുപാട് ഫംഗസുകൾ എന്താണ് മോൾഡിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലെല്ലാം ഈ ഓരോ ഫംഗസുകളെ കുറിച്ചിട്ട് എന്താണ്, ഇൻഡിവിജ്വൽ ഫംഗസുകളെ കുറിച്ച്, ഓരോ ഫംഗസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കും. ഇപ്പൊ ജസ്റ്റ് എല്ലാത്തിന്റെയും ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എല്ലാത്തിന്റെ പേരുകൾ മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ മൈസീലിയം പറയുമ്പോൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് എന്താണ് ഏരിയൽ മൈസീലിയം, എന്താണ് വെജിറ്റേറ്റീവ് മൈസീലിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു കൾച്ചർ പ്ലേറ്റ്, ഒരു കൾച്ചർ മീഡിയം ആണെന്ന് ഉദ്ദേശിക്കുക. ഓക്കെ, അപ്പൊ ഈ കൾച്ചർ പ്ലേറ്റിൽ നമുക്കറിയാം എന്താണ്, ഒരു അഗാർ, ഒരു സാബ്രോഡെക്സ്ട്രോസ് അഗാർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന് മുകളിലോട്ട് ഇതേപോലെ ഇങ്ങനെ ചില മൈസീലിയം അല്ലെങ്കിൽ ഹൈപ്പ് എന്താ ഇങ്ങനെ ഇതുപോലെ മുകളിലായിട്ട് എറൈസ് ചെയ്ത് വരികയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ഏരിയൽ മൈസീലിയം എന്ന് പറയാം. ദ പാർട്ട് ഓഫ് മൈസീലിയം വിച്ച് പ്രൊജക്ട്സ് എബവ് ദ സർഫസ് ഓഫ് കൾച്ചർ മീഡിയ, ഇതിന് പറയുന്ന പേരാണ് ഏരിയൽ മൈസീലിയം എന്ന് പറയുന്നത്.
വെജിറ്റേറ്റീവ് മൈസീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മൈസീലിയം ദാറ്റ് ഗ്രോസ് ഓൺ ദ സർഫസ് ഓഫ് ദ കൾച്ചർ മീഡിയ എന്നാണ്. ഓക്കെ, വെജിറ്റേറ്റീവ് മൈസീലിയം എന്ന് പറഞ്ഞാൽ അതിന്റെ സർഫസിൽ കാണുന്നതാണ് വെജിറ്റേറ്റീവ് മൈസീലിയം എന്ന് പറയുന്നത്. പക്ഷെ ചില സമയത്ത് എന്താണ് അവർ സബ്മേർജ്ഡ് ആയിട്ടും കാണപ്പെടാറുണ്ട്. ഓക്കെ, ഈ മീഡിയയിലേക്ക് അകത്തേക്കും എന്താണ് വെജിറ്റേറ്റീവ് മൈസീലിയം കാണപ്പെടാറുണ്ട്. അപ്പോൾ സബ്മേർജ്ഡ് ആയിട്ടും അല്ലെങ്കിൽ സർഫസിൽ കാണുന്നതാണ് വെജിറ്റേറ്റീവ് മൈസീലിയം എന്ന് പറയുന്നത്. അവിടെ നിന്നും മുകളിലേക്ക് ടോപ്പായിട്ട് എന്താണ് അബോവ് ദ സർഫസ് അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്ത് വരുന്നതാണ് ഏരിയൽ മൈസീലിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏരിയൽ മൈസീലിയം വെജിറ്റേറ്റീവ് മൈസീലിയം എന്താണെന്ന് മനസ്സിലായല്ലോ. അതോടൊപ്പം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ ആണ്. അതായത് ട്രൂ ഹൈഫയും സ്യൂഡോ ഹൈഫയും തമ്മിലുള്ള ഡിഫറൻസുകളാണ്. ട്രൂ ഹൈഫ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെ പറയാം, എന്താണ് ഒരു പാരലൽ ഫിലമെന്റ് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. എന്താണ് അവിടെ ലോഞ്ചിറ്റ്യൂണൽ ട്രാൻസ്വേഴ്സ് വാൾ ആണ് പ്രസന്റ് ആയിരിക്കുന്നത് എന്ന് പറഞ്ഞു. സ്യൂഡോ ഹൈഫ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഈസ്റ്റ് സെല്ലിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ബഡ്ഡിങ് ഇങ്ങനെ ഫോം ചെയ്തിട്ട് ബഡ്ഡിങ് ഇങ്ങനെ അതിന് സെപ്പറേറ്റ് ചെയ്ത് വരാതെ എന്താ ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സ്യൂഡോ ഹൈഫ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ എന്താണ് അപ്പിക്കൽ ഇലോങ്ങേഷൻ ആണ് എന്ത് ട്രൂ ഹൈഫയുടെ കേസിൽ വരുന്നത്. ഇവിടെ എന്താണ് ഒരു അപ്പിക്കൽ ഇലോങ്ങേഷൻ ആണ്, ബഡ്ഡിങ് ഒന്നല്ല ഇവിടെ വരുന്നത്. സ്യൂഡോ ഹൈഫയുടെ കേസിൽ എന്താണ് ബഡ്ഡിങ് വഴിയാണ് അവിടെ ഗ്രോത്ത് പ്രോസസ് എന്ന് പറയുന്നത്. ടെർമിനൽ സെൽ എന്ന് പറയുന്നത് ലോങ്ങർ ആണ്, അതേപോലെ തന്നെ സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ ആണ്. ഇവിടെ വരുമ്പോൾ എന്താണ് ഷോർട്ടർ ആണ്, അതേപോലെ തന്നെ സ്പെറിക്കൽ സ്ട്രക്ചർ ആണ്. സെൽ വാൾ എന്ന് പറയുന്നത് പാരലൽ ആണ്, കണ്ടോ പാരലൽ ആയിട്ടാണ്. ഇവിടെ വരുമ്പോൾ എന്താണ് ഒരു കൺസ്ട്രിക്റ്റഡ് സെപ്റ്റയാണ്. ഇവിടെ എന്താണ് കൺസ്ട്രിക്ഷൻസ് കാണുന്നുണ്ട്. സെപ്റ്റയുടെ കേസ് പറയുമ്പോൾ എന്താണ് ഇവിടെ സ്ട്രെയിറ്റ് ആൻഡ് പാരലൽ പെർപെൻഡിക്കുലർ സെപ്റ്റയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ എന്താണ് കൺസ്ട്രിക്റ്റ് അല്ലെങ്കിൽ കർവ്ഡ് ആയിട്ടുള്ള സെപ്റ്റയാണ് ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ സെപ്റ്റം ഈസ് റിക്വയർഡ് ഓൺ നോ കൺസ്ട്രക്ഷൻസ്. ഇവിടെ എന്താണ് കൺസ്ട്രക്ഷൻസ് ഒന്നും ഇല്ല, ഇവിടെ എന്താണ് കൺസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് ഈ പിക്ചർ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത്രയും ഡിഫറൻസുകളാണ് വരുന്നത്. ഒന്നുമില്ല, ഇവിടെ എന്താണ് പാരലൽ ആണ് വരുന്നത്, ഇവിടെ എന്താണ് കൺസ്ട്രക്ഷൻസ് പ്രസന്റ് ആയിരിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു തരും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ട്രൂ ഹൈഫയും സ്യൂഡോ ഹൈഫയും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണെന്നുള്ളത് മനസ്സിലായി. നെക്സ്റ്റ് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡൈമോർഫി ഫംഗിയാണ്. എന്താണ് ഡൈമോർഫി ഫംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡൈമോർഫി ഫംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു മോൾഡ് പറഞ്ഞു, ഈസ്റ്റ് പറഞ്ഞു, ഈസ്റ്റ് ലൈക്ക് ഓർഗാനിസംസ് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിൽ മേജർ ആയിട്ടുള്ള രണ്ട് ഈസ്റ്റും മോൾഡും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഡൈമോർഫി ഫംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ഡിഗ്രി സെൽഷ്യസിൽ മോൾഡ് ഫോം ആയിട്ടും 37 ഡിഗ്രി സെൽഷ്യസിൽ ഈസ്റ്റ് ഫോം ആയിട്ടും കാണുന്നതാണ് ഡൈമോർഫിക് ഫംഗി എന്ന് പറയുന്നത്. അതായത് രണ്ട് മുഖമായിരിക്കും, രണ്ട് ഡൈമോർഫിക്. ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്നാണ്, ഡൈമോർഫിക് രണ്ട് മോർഫോളജി ആയിരിക്കും. ദാറ്റ് മീൻസ് 25 ഡിഗ്രി സെൽഷ്യസിൽ മോൾഡ് ഫോമും എന്താണ് 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചറിൽ ഹ്യൂമൻ ടിഷ്യൂസിലേക്ക് എന്താണ് ഈസ്റ്റ് ഫോം ആയിട്ടും കാണുന്നതാണ് ഡൈമോർഫിക് ഫംഗി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഈ ഡൈമോർഫിക് വെച്ചിട്ട് പലപ്പോഴും എനിക്ക് തോന്നുന്നു 90% എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡൈമോർഫിക് ഫംഗി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, കുറച്ച് വ്യത്യസ്തമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഡൈമോർഫിക് ഫംഗിയുടെ എക്സാമ്പിൾസുകൾ എന്ന് പറയുന്നത് ഇത്രയെണ്ണാണ്. എന്തൊക്കെയാണ്? പാരാകോക്സിഡിയസ് ബ്രസീലിയൻസിസ്, പോറോത്രിക് ഷെങ്കി, കോക്സിഡേറ്റ്സ് ഇമ്മൈറ്റിസ്, ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റം, ബ്ലാസ്റ്റോമൈസിസ് ഡെർമറ്റൈറ്റിസ്, പെൻസിലിയം മാർനക്കി. ഓക്കെ, സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ് യെസ്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ പാരാകോക്സിഡേറ്റ്സ് ബ്രസീലിയൻസിസ്, പോറോത്രിക് ഷെങ്കി, കോക്സിഡേറ്റ്സ് ഇമ്മൈറ്റിസ്, ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റം, ബ്ലാസ്റ്റോമൈസിസ് ഡെർമറ്റൈറ്റിസ് ആൻഡ് പെൻസിലിയം മാർനക്കി. ഇത്രയാണെന്ത് ഡൈമോർഫിക് ഫംഗിയുടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പോറോത്രിക് ഷെങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്ത് സബ്ക്യൂട്ടേനിയസ് ഡൈമോർഫിക് ഫംഗി എന്ന് പറയുന്നത് പോറോത്രിക് ഷെങ്കിയാണ്. ഓക്കെ, എന്താണ് സബ്ക്യൂട്ടേനിയസ്ലി കാണുന്ന ഡൈമോർഫിക് ഫംഗി എന്ന് പറയുന്നത് സ്പോറോത്രിക് ഷെങ്കിയാണ്. ഓക്കെ, നോട്ട് ഡൗൺ ചെയ്ത് വെക്കാൻ പിപിടിയിൽ കൊടുത്തിട്ടില്ല, അതാണ് പറഞ്ഞത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസിൽ വരുന്ന ഡൈമോർഫിക് ഫംഗി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സ്പോറോത്രിക് ഷെങ്കിയാണ്. ഓക്കെ, ബാക്കിയുള്ള എക്സാമ്പിളുകൾ ഇവിടെ അതെന്താണ് പാരാകോക്സിഡേറ്റ്സ് ബ്രസീലിയൻസിസ് ഉണ്ട്, പോറോത്രിക്സ് ഉണ്ട്, കോക്സിഡോയിഡ്സ് ഉണ്ട്, ഹിസ്റ്റോപ്ലാസ്മ ഉണ്ട്, ബ്ലാസ്റ്റോമൈസിസ് ഉണ്ട്, പെൻസിലിയം മാർനക്കി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ ഇത് ഈ എക്സാമ്പിളുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കും. കാരണം ഇത് മിക്കവാറും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും, ഏതെങ്കിലും ഒന്നായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൈമോർഫിക് ഫംഗി റിലേറ്റഡ് ആയുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ എക്സാമ്പിളുകൾ എല്ലാം തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കോഡുകൾ നിങ്ങളതായിട്ട് തന്നെ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ഇത്രയും ഓർഗാനിസംസ് പഠിച്ചു വെക്കാൻ. ഓക്കെ, ഇതിന്റെ ഓരോ ഓർഗാനിസത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ എന്റെ ഒരു ഐഡിയയിൽ തോന്നി ചെറിയൊരു കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിലും നോക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ എല്ലാവരും PSC എക്സാം അല്ല എഴുതാൻ പോകുന്നത്. PSC എക്സാം വിത്ത് HB പെൻസിൽ, ഒരു HB പെൻസിൽ വെച്ചിട്ട് നിങ്ങൾ എന്തായാലും PSC എക്സാം എഴുതാൻ പോകുന്നു നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഈ പിക്ചർ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഒരു PSC എക്സാം എന്ത് ചെയ്യുന്നു, ഒരു HB പെൻസിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എക്സാം എഴുതുന്നു. ഓക്കെ, അപ്പൊ എന്താണ് PSCയുടെ P4 പാരാകോക്സിഡേറ്റ്സ് ബ്രസീലിയൻസിസ്, S4 പോറോത്രിക് ഷെങ്കി ആൻഡ് C4 കോക്സിഡേറ്റ്സ് ഇമ്മൈറ്റിസ്, HB പെൻസിലിന്റെ H4 ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റം, B4 ബ്ലാസ്റ്റോമൈസിസ് ഡെർമറ്റൈറ്റിസ് ആൻഡ് പെൻസിലിന്റെ മീൻസ് പെൻസിലിയം മാർനക്കി. ഓക്കെ, ഞാൻ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ, അത് നിങ്ങൾക്കായിട്ടുള്ള ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കോഡുകൾ ഉണ്ടാക്കാം.
ഓക്കെ. അപ്പോൾ ഒരു PSC എക്സാം നിങ്ങൾ ഒരു HB പെൻസിൽ വെച്ചിട്ട് എക്സാം എഴുതുന്നു എന്നുള്ള രീതിക്ക് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ഡൈമോർഫി ഫംഗി ഇമ്പോർട്ടന്റ് ആണല്ലോ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. നെക്സ്റ്റ് ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ ദ പ്രൊഡക്ഷൻ ഓഫ് സെക്ഷൽ സ്പോർട്സ്. സെക്ഷൽ സ്പോർട്സിന്റെ ബേസിസിലാണ് മെയിൻലി ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ 4 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫൈലം സൈഗോമൈക്കോട്ട, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫൈലം ആസ്കോമൈക്കോട്ട, ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ഫൈലം ബസിഡിയമൈക്കോട്ട, ആൻഡ് ഫോർത്ത് വൺ ഇസ് ഫൈലം ഡ്യൂട്രിയമൈക്കോട്ടയാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈഗോമൈക്കോട്ടയാണ്. സൈഗോമൈക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോവർ ഫംഗിയാണ്. അവിടെ എന്താണ് സെക്ഷൽ സ്പോർട്സ് ആയിട്ട് സൈഗോ സ്പോർട്സ് ആണ് അവിടെ സെക്ഷൽ സ്പോർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൽ സ്പോർട്സ് ആയിട്ട് എന്താണ് സൈഗോ സ്പോർട്സ് ആണ്. ഈ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. എന്താണ് സൈഗോമൈക്കോട്ട, സൈഗോ സ്പോർട്സ്. ഓക്കെ, അവിടെ എന്താണ് മെയിൻലി അസെപ്റ്റഡ് ഹൈപ്പിയാണ് മെയിൻലി കാണിക്കുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സൈഗോമൈസിസ് സ്പീഷീസിൽ പെട്ടുള്ള റൈസോപ്പസ്, മ്യൂക്കർ ഒക്കെയാണ്. ഞാൻ സ്പീഡായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈസോപ്പസ്, മ്യൂക്കർ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഇൻഡിവിജ്വലി പോകും. അപ്പോൾ എന്താണ് അതിൽ നമ്മളിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ മോർഫോളജി കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പീഡായിട്ട് പോകുന്നുണ്ട്. എന്താണ് സൈഗോമൈക്കോട്ട എന്ന് പറയുന്ന ഫൈലത്തിൽ എന്താണ് സൈഗോ സ്പോർട്സ് ആയിരിക്കും അവിടുത്തെ സെക്ഷൽ സ്പോർ എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് റൈസോപ്പസ്, മ്യൂക്കർ ഒക്കെയാണ്, അല്ലെങ്കിൽ സൈഗോമൈസിസ് എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊന്നാണ് ഫൈലം ആസ്കോമൈക്കോട്ട എന്ന് പറയുന്നത്. ആസ്കോമൈക്കോട്ടിന്റെ സെക്ഷൻ സ്പോർ എന്ന് പറയുന്നത് ആസ്കോ സ്പോർ ആയിരിക്കും. ഓക്കെ, അവിടെ എന്താണ് സെപ്റ്റഡ് ഹൈഫി ആയിരിക്കും മെയിൻലി കാണപ്പെടുക. ഓക്കെ, അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആസ്പെർഗില്ലസ് സ്പീഷീസുകളാണ് മെയിൻ ആയിട്ട് വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈലം സൈഗോമൈക്കോട്ട പറഞ്ഞു, ആസ്കോമൈക്കോട്ടയും പറഞ്ഞു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബസിഡിയമൈക്കോട്ടയാണ്. ബസിഡിയമൈക്കോട്ടയിൽ വരുന്നത് എന്താണ് ബസിഡിയമൈക്കോട്ട എന്ന് പറയുന്നത് എന്താണ് ബസിഡിയോ സ്പോർ ആണ് അവിടെ വരുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് മെയിൻലി ക്രിപ്റ്റോകോക്കസ് സ്പീഷീസുകളൊക്കെയാണ് ബസിഡിയമൈക്കോട്ടയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഫൈലം ഡ്യൂട്രിയമൈക്കോട്ടയിൽ വരുന്നത് എന്താണ് അതിന് നമുക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഫംഗൈ ഇംപെർഫെക്റ്റ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് അല്ലാത്ത ഫംഗസ്. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ് അവിടെ നമുക്ക് എന്താണ് ഇതിന്റെ നമ്മളിവിടെ പറഞ്ഞ എന്താണ് 3 കേസിൽ എന്താണ് സെക്ഷൽ സ്പോർട്സ് ഇന്ന ടൈപ്പ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ് സെക്ഷൽ സ്പോർ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ഡിഫൈൻഡ് ആണ്. ബാക്കിയുള്ള 3 ഫൈലത്തിൽ എന്താണ് സെക്ഷൽ സ്പോർ എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഈ ഡ്യൂട്രിയമൈക്കോട്ടയിൽ വരുമ്പോൾ എന്താണ് അവിടുത്തെ സെക്ഷൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത്രമാത്രം ഡിഫൈൻഡ് അല്ല. അവിടെ നിന്ന് ഒരു അൺഐഡന്റിഫൈഡ് ആണ്. നമുക്ക് ഇതുവരെ കാര്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ അവിടെ നിന്ന് സെക്ഷൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആബ്സെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഫംഗൈ ഇംപെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഒരു എന്താ പറയാ ഒരു നല്ല ഫംഗസ് അല്ല നമ്മൾ പറയും. ഓക്കെ, അത്തരത്തിലുള്ള ആ ഒരു ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ഫൈലം ഡ്യൂട്രിയമൈക്കോട്ട എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഒട്ടുമിക്ക ബാക്കിയുള്ള ഒരുപാട് ഫംഗസുകൾ എന്താണ് ഈ ഗ്രൂപ്പിലാണ് പെടുന്നത്. ഓക്കെ, അപ്പൊ 4 ഗ്രൂപ്പുകൾ മനസ്സിലായാലും എന്തൊക്കെയാണ് ഫൈലം സൈഗോമൈക്കോട്ട, ഫൈലം ആസ്കോമൈക്കോട്ട, ഫൈലം ബസിഡിയമൈക്കോട്ട, ഫൈലം ഡ്യൂട്രിയമൈക്കോട്ട. ഓക്കെ, 4 ഡിഫറൻസുകൾ മനസ്സിലായല്ലോ. അതിന്റെ കുറച്ച് എക്സാമ്പിളുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെക്ഷൽ സ്പോർ ആയിട്ട് സൈഗോസ്പോർസ് വരുന്നത് സൈഗോമൈസിസിൽ, ആസ്കോസ്പോർ വരുന്നത് ആസ്പെർഗില്ലസ്, ബസിഡിയോസ്പോർസ് എന്ന് പറയുന്നത് ക്രിപ്റ്റോകോക്കസ്. സൈഗോമൈസിസ് മീൻസ് എന്താണ് റൈസോപ്പസ്, മ്യൂക്കർ, അങ്ങനെ ഒരുപാട് ഓർഗാനിസസ് വരുന്നുണ്ട്, അപ്സീഡിയ, അങ്ങനെ കുറെ ഓർഗാനിസസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടി നമ്മൾ പറയും സൈഗോമൈസിസ് എന്ന് പറയാം. ഓക്കെ, ആസ്കോസ്പോർ പ്രസന്റ് ആയിരിക്കുന്നത് ആസ്പെർഗില്ലസ്, ബസിഡിയോസ്പോർ പ്രസന്റ് ആയിരിക്കുന്നത് ക്രിപ്റ്റോകോക്കസ്. അതോടൊപ്പം തന്നെ ഇത് നമ്മൾ പറഞ്ഞത് സെക്ഷൽ സ്പോർട്സ് ആണ്. അസെക്ഷൽ സ്പോർട്സ് ആയിട്ട് വരുന്നത് അത് നമുക്ക് രണ്ടായിട്ട് പറയാം. എന്താണ് വെജിറ്റേറ്റീവ് അസെക്ഷൽ സ്പോർ ആൻഡ് ഏരിയൽ അസെക്ഷൽ സ്പോർ. ഓക്കെ, അപ്പൊ എന്താണ് വെജിറ്റേറ്റീവ് എന്താണ് ഏരിയൽ എന്താണെന്ന് മനസ്സിലായാലും അത് മുകളിലോട്ട് റൈസ് ചെയ്ത് വരുന്നത് ഏരിയലും അതിൽ സർഫസിലൂടെ വരുന്നത് എന്താണ് വെജിറ്റേറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആർത്രോസ്പോർ വെജിറ്റേറ്റീവ് അസെക്ഷൽ സ്പോറിൽ പെട്ടതാണ് ആർത്രോസ്പോർ എന്ന് പറയുന്നത്, പ്ലാസ്റ്റോസ്പോർ, ക്ലെമിഡോസ്പോർ എന്ന് പറയുന്നത്. ആർത്രോസ്പോറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കോക്സിഡോയിഡ്സ്, അതേപോലെ തന്നെ ട്രൈക്കോസ്പോറൻ എന്ന് പറയുന്നത്. ഇതിനെല്ലാം ഈ പേരുകളൊക്കെ ചിലപ്പോൾ ഫസ്റ്റ് ടൈം കേൾക്കുന്ന ആളുകൾക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഈ ഫെമിലിയർ ആവാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ ഓരോ ഓർഗാനിസിനെ കുറിച്ചിട്ട് പഠിക്കാൻ പോകും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആവും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെല്ലാം നമ്മൾ ഫെമിലിയർ ആവാൻ പോകുന്ന പേരുകൾ തന്നെയാണ്. ഓക്കെ, അടുത്തൊന്നാണ് ബ്ലാസ്റ്റോസ്പോർ എന്ന് പറയുന്നത്. മെയിൻലി കാൻഡിഡ സ്പീഷീസുകളാണ് കാണുന്നത്. കാൻഡ ട്രോപ്പിക്കാലിസ്, കാൻഡ ട്രൂസി, അതുപോലെയുള്ള ഒരുപാട് സ്പീഷീസുകൾ അതിലൊക്കെ ബ്ലാസ്റ്റോസ്പോർസുകൾ പ്രസന്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലെമിഡോസ്പോർ ആണ്. ക്ലെമിഡോസ്പോർ മെയിൻലി പ്രസന്റ് ഓൺ ദ കാൻഡ ആൽബിക്കൻസ്. കാൻഡ ആൽബിക്കൻസിന്റെ ഒരു യുണീക് ഫീച്ചർ ആണ് ക്ലെമിഡോസ്പോർ എന്ന് പറയുന്നത്. ഓക്കെ, കാൻഡ ആൽബിക്കൻസ് നമ്മൾ കാൻഡ സ്പീഷീസ് എടുക്കുമ്പോൾ, കാൻഡിയാസിസ് എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ ഐഡന്റിഫിക്കേഷൻസിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയും. അതിന്റെ ഐഡന്റിഫിക്കേഷൻ കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ ക്ലെമിഡോസ്പോർ എന്ന് പറയുന്നത് മെയിൻലി കാൻഡ ആൽബിക്കൻസിലാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ കാൻഡിഡ ഡുബ്ലിനിയൻസിസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസിലും എന്താണ് ക്ലെമിഡോസ്പോർ കാണുന്നുണ്ട്. എന്താണ് കാൻഡിഡ ഡുബ്ലിനിയൻസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലും എന്താണ് ക്ലെമിഡോസ്പോർ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിന് ചെറിയ ഡിഫറൻസുകൾ വരുന്നുണ്ട്. മറ്റേ ടെർമിനൽ ആയിരിക്കും കുറച്ചും കൂടി ലാർജ് ആയിരിക്കും കാൻഡ ആൽബിക്കൻസിന് കഴിഞ്ഞ്, മറ്റൊരു എന്താണ് മൾട്ടിപ്പിൾ ക്ലെമിഡോസ്പോർ ആയിരിക്കും. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ക്ലെമിഡോസ്പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി അവിടെ കാൻഡ ആൽബിക്കൻസ് ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കാം. ഓക്കെ, അതില്ലാന്നുണ്ടെങ്കിൽ കാൻഡ ഡുബ്ലിനിയൻസിസ് നോക്കിയാൽ മതി. മെജോറിറ്റി ഓഫ് ദ കേസിൽ കാൻഡ ആൽബിക്കൻസ് ആയിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഓക്കെ, അടുത്തൊന്നെന്ന് പറയുന്നത് ഏരിയൽ സെക്ഷൻ സ്പോർ ആണ്. ഏരിയൽ അസെക്ഷൻ സ്പോർ ആണ്. ഏരിയൽ അസെക്ഷൻ സ്പോർ എന്ന് വരുന്നതാണ് കൊനിഡിയോസ്പോർ ഓർ കൊനീഡിയ എന്ന് പറയുന്നത് മെയിൻലി സീൻ ഇൻ ദ ആസ്പെർഗില്ലസ് സ്പീഷീസ്. അടുത്ത സ്പൊറാൻജിയോസ്പോർ എന്ന് പറയുന്നത് മെയിൻലി സീൻ ഇൻ ദ സൈഗോമൈസിസ് ആൻഡ് മൈക്രോകൊനീഡിയ ആൻഡ് മാക്രോകൊനീഡിയ പ്രസന്റ് ഇൻ ദ ഡെർമറ്റോഫൈറ്റ്സ്. ഓക്കെ, ഈ മൈക്രോകൊനീഡിയ തന്നെ ഒരുപാട്
ടൈപ്സുകൾ ഉണ്ട്, അതൊക്കെ നമുക്ക് ഡെർമറ്റോഫൈറ്റ്സിൽ നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഓവർവ്യൂ പോലെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ഓരോ ഇൻഡിവിജ്വൽ ഫംഗസുകൾ എടുക്കുമ്പോൾ അതിന് മോർഫോളജിയിൽ നോക്കാം. അപ്പോൾ ഇത്രയും സ്പോർട്സുകൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ ഡിസീസ്, ഫംഗൽ ഡിസീസസിന്റെ ബേസിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൂപ്പർഫിഷ്യൽ മൈക്കോസിസ്, സെക്കൻഡ് വൺ സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് ആൻഡ് സിസ്റ്റമിക് മൈക്കോസിസ്, and the fourth one is opportunistic mycosis, and fifth one is mycotoxicosis. Okay, നമ്മൾ കൂടുതലായിട്ട് എന്താണ് ഡീൽ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഫംഗൽ ഡിസീസസിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ പ്രകാരമാണ് നമ്മൾ മെയിൻലി സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഇത്തരത്തിലായിരിക്കും, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ബേസിസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ക്ലാസിഫിക്കേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു സൂപ്പർഫിഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്, സബ്ക്യൂട്ടേനിയസ് എന്താണ്, സിസ്റ്റമിക് എന്താണ്, ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സൂപ്പർഫിഷ്യൽ മൈക്കോസിസ്. സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്കിന്ന്, ഹെയർ, നെയിൽ, മ്യൂക്കോസ ഇവിടെയൊക്കെ കാണുന്നതാണത് സൂപ്പർഫിഷ്യൽ മൈക്കോസിസ്. അതായത് സൂപ്പർഫിഷ്യൽ ലെയർ, കുറച്ച് മുകളിലുള്ള ലെയറിൽ കാണുന്നതാണത് സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് എന്ന് പറയുന്നത്. മെയിൻലി പ്രസന്റ് ഓൺ സ്കിന്ന്, ഹെയർ, നെയിൽ, മ്യൂക്കോസ. ഓക്കെ, ഇത്രയും ഏരിയകളിൽ കാണുന്നതാണ് സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ടീനിയ വേഴ്സിക്കലർ, മലാസിസിയ പർപ്പർ, വോട്ടർ വെർണിക്ക, ട്രൈക്കോസ്പോറം ബേഗ്ലി, പേഡ്ര ഹോട്ട്, ട്രൈക്കോഫൈറ്റ്, ഡെർമറ്റോഫൈറ്റോസിസ് സ്പീഷീസുകൾ, ഇതെല്ലാം ട്രൈക്കോഫൈറ്റ്, മൈക്കോസോറ, ഡെർമോഫൈറ്റ്, ഇതെല്ലാം എന്താണ് അതിന് എക്സാമ്പിളുകളാണ്. അപ്പൊ ഈ പേരുകൾ ചിലപ്പോൾ കുറച്ച് ഫെമിലിയർ അല്ലാത്ത ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മളതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 2-3 പ്രാവശ്യം കേൾക്കുമ്പോൾ അത് ഫെമിലിയർ ആണ്. ഓക്കെ, ഇത് അതിന്റെ ഡിസീസിന്റെ പേരും അതിന്റെ ഓർഗാനിസത്തിന്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടീനിയ വേഴ്സിക്കലർ കോസസ് caused by the agent Malassezia purpura. അങ്ങനെയാണ് ഇവിടെ കൊടുത്തത്. ടീനിയ നൈഗ്ര caused by Porter Wernicke, Pedra caused by Trichosporum bagli and Pedra horta. ഇതിൽ തന്നെ ഈ പേഡ്ര തന്നെ 2 ടൈപ്പ് ഉണ്ട്, ബ്ലാക്ക് പേഡ്ര ഉണ്ട്, വൈറ്റ് പേഡ്ര ഉണ്ട്. വൈറ്റ് പേഡ്ര caused by Trichosporum bagli and black pedra caused by Pedra horta. അതൊക്കെ നമ്മൾ ഡെർമറ്റോഫൈറ്റോസിസിൽ പഠിക്കും. ജസ്റ്റ് 3 എക്സാമ്പിളുകൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക സൂപ്പർഫിഷ്യൽ മൈക്കോസിസ്. ഓക്കെ, അതേപോലെ തന്നെ സ്കിന്ന്, ഹെയർ, നെയിൽ, മ്യൂക്കോസയിലാണ് മെയിൻ ആയിട്ട് സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് കാണുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് ആണ്. സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് എന്ന് പറയുന്നത് മൈക്കോട്ടിക് ഇൻഫെക്ഷൻസ് ഓഫ് സ്കിൻ, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസ് ആൻഡ് സംടൈം ഇൻ ദ ബോൺ. അതായത് സ്കിൻ അതേപോലെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിലൊക്കെ കാണുന്നതാണ് സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് എന്ന് പറയുന്നത്. അതായത് സ്കിന്നിനേക്കാളും കുറച്ചും കൂടി താഴോട്ടേക്ക് വന്നിട്ട് ആ ഒരു ഏരിയയിൽ കാണുന്നതാണ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സംടൈംസ് ഇൻ ബോൺ, ചില സമയങ്ങളിൽ എന്താണ് ബോണിൽ കാണുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ, അതിന് അത്തരത്തിലുള്ള ഡിസീസിന് എക്സാമ്പിൾ ആണ് മൈസിറ്റോമ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് മൈസിറ്റോമ എന്ന് പറയുന്നത്. അത് കോസ് ചെയ്യുന്നത് മദ്രല്ല മൈസിറ്റോമൈസിസ്, അതേപോലെ തന്നെ സ്യൂഡർലെറേഷ്യ ബോയിഡി, അതേപോലെ തന്നെ ഒരുപാട് ഓർഗാനിസംസ് വരുന്നുണ്ട്. ഓക്കെ, മൈസിറ്റോമയിൽ തന്നെ ചില ബാക്ടീരിയൽ ഏജൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് മദ്രല്ല മൈസിറ്റോമാറ്റിസും അതേപോലെ സ്യൂഡർലെറേഷ്യ ബോയിഡിയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ സ്പോറോത്രൈക്കോസിസ്, ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് സ്പോറോത്രിഷ്യങ്കി, ഇറ്റ് ഈസ് എ സബ്ക്യൂട്ടേനിയസ് ഡൈമോർഫിക് ഫംഗി ആണ്. എന്താണ് സ്പോറോത്രിഷ്യങ്കി എന്ന് പറയുന്നത്. ഇറ്റ് കോസസ് സ്പോറോത്രൈക്കോസിസ് മെയിൻലി ആക്സിഡന്റൽ ഇഞ്ചുറി, ലൈക്ക് നമ്മുടെ ഈ തോൺസ്, അഗ്രികൾച്ചർ ഫാർമേഴ്സിനൊക്കെ മുള്ളവ് കൊണ്ടിട്ടാണ് അത് മെയിൻലി വരുന്നത്. ഒക്കുപേഷണൽ ട്രോമ വഴിയാണ് മെയിൻലി സ്പോറോത്രൈക്കോസിസ് കോസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് കോസ്ഡ് ബൈ പിയലോഫോറോവർക്കോസ, ഫോൺസേഷ്യ പെഡ്രോസിസ്, റൈനോസ്പോഡിയോസിസ് കോസ്ഡ് ബൈ റൈനോസ്പോഡിയം സീബറി. ഓക്കെ, റൈനോസ്പോഡിയം സീബറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസിൽ ഇത്രയും എക്സാമ്പിളുകളാണ് വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിസ്റ്റമിക് മൈക്കോസിസ് ആണ്. സിസ്റ്റമിക് മൈക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് മൾട്ടിപ്പിൾ ഓർഗൻസ്, ഒരുപാട് ഓർഗൻസുകളെ എഫക്ട് ചെയ്യുന്നതാണ് സിസ്റ്റമിക് മൈക്കോസിസ് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി ഫാറ്റൽ ഇൽനസ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്രശ്നക്കാരാവുന്നത് സിസ്റ്റമിക് മൈക്കോസിസ് ആണ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ഹിസ്റ്റോപ്ലാസ്മോസിസ് കോസ്ഡ് ബൈ ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റം, ബ്ലാസ്റ്റോമൈക്കോസിസ് ബൈ ബ്ലാസ്റ്റോമൈസിസ് ഡെർമറ്റൈറ്റിസ്, കോക്സിഡിയോമൈക്കോസിസ് ബൈ കോക്സിഡിയോസിമൈറ്റിസ് ആൻഡ് പാരാകോക്സിഡിയോമൈക്കോസിസ് ബൈ പാരാകോക്സിഡിയോ ബ്രസീലിയൻസിസ്. ഇത്രയും ഓർഗാനിസംസ് ആണ് മെയിൻലി സിസ്റ്റമിക് മൈക്കോസിൽ വരുന്നത്. പിന്നെ ഒരുപാട് എണ്ണം വരുന്നുണ്ട്. അപ്പോൾ മേജർ ആയിട്ട് ഇത്രയെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സിസ്റ്റമിക് മൈക്കോസിൽ വരുന്നത് ഇത്രയും എണ്ണമാണ്. ഓക്കെ, ഇതെല്ലാം എന്താണ് മൾട്ടിപ്പിൾ ഓർഗൻസിനാണ്, മെയിൻലി ഇൻഹലേഷൻ വഴിയൊക്കെയാണ് സിസ്റ്റമിക് മൈക്കോസിസ് കോസ് ചെയ്യുക. അതുവഴി എന്ത് ചെയ്യുന്നത് നമുക്ക് പൾമണറി ഇൻഫെക്ഷൻസ് ഒക്കെ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അതുവഴി എന്താണ് അത് ബ്ലഡിലേക്ക് എത്തും, മറ്റുള്ള ഓർഗൻസിനൊക്കെ എഫക്ട് ചെയ്യും. അങ്ങനെ അതിന്റെ പാത്തോജനസിസ് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ സിസ്റ്റമിക് മൈക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരിൽ തന്നെ എടുക്കുന്നതാണ് ഓപ്പർച്യൂണിറ്റി. ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അവിടെ ഡിസീസ് ഉണ്ടാക്കുന്നതാണ് ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി കുറവ് വരുന്ന കണ്ടീഷനോ അതത് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ, എൻവിറോൺമെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് അവിടെ വരുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നതാണ് ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ് എന്ന് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും നോർമൽ ഗതിയിൽ നമ്മുടെ ഹ്യൂമൻ കമൻസിലായിട്ട്, കമൻസിൽ എന്ന് പറഞ്ഞാലൊക്കെ അറിയില്ല. അപ്പോൾ എന്താണ് നമുക്ക് ബോഡിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ നമ്മുടെ ബോഡിയിൽ തന്നെ കാണുന്നതാണ് കമൻസിൽ എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഹ്യൂമൻ കമൻസിലായിട്ടോ അല്ലെങ്കിൽ എൻവിറോൺമെന്റിലൊക്കെ എന്താണ് നോർമലി കാണുന്നതാണ് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി മൈക്കോസിസ് എന്ന് പറയുന്നത്.
പക്ഷെ എന്ത് ചെയ്യുന്നു, ചില ഇമ്മ്യൂണിറ്റി കുറവുള്ള ലൈക്ക് എയ്ഡ്സ് പേഷ്യൻസ്, അതേപോലെ ചില ഡയബറ്റീസ് മെലിറ്റസ് പേഷ്യൻസ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ യങ്ങർ ആയിട്ടുള്ള ഓൾഡ് ഏജ് പീപ്പിൾസ്, അങ്ങനെയുള്ള ആളുകളിലൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിലൊക്കെ ഒരു ഇമ്മ്യൂണിറ്റി കുറയുന്ന ആ ഒരു സമയത്ത് ഇൻഫെക്ഷൻസ് വരുന്നതാണ് ഓപ്പർച്യൂണിറ്റി മൈക്കോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കാൻഡിഡിയാസിസ് കോസ്ഡ് ബൈ കാൻഡിഡ ആൽബിക്കൻസ് ആൻഡ് അതർ കാൻഡിഡ സ്പീഷീസ്, പിറ്റോകസ് നിയോഫോമൻസ്, അതേപോലെ റൈസോപ്പസ്, ന്യൂക്കർ, ആസ്പെർഗില്ലസ് സ്പീഷീസ്, പെൻസിലിയം സ്പീഷീസ്, ന്യൂമോസിസ് സ്പീഷീസ്, ഫിസേരിയം, ഇതൊക്കെ എന്താണ് ഓപ്പർച്യൂണിറ്റി മൈക്കോസിസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം സിസ്റ്റമിക് മൈക്കോസിസും ഓപ്പർച്യൂണിറ്റി മൈക്കോസിസും തമ്മിൽ കൺഫ്യൂഷൻ ആയി പോകരുത്. അതായത് ഈ കാൻഡിഡ എന്ന് പറയുന്നത് എന്താണ്, അവർ സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ് അവർ ഏറ്റവും നല്ലത് നമുക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റി മൈക്കോസിസിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, കാൻഡിഡാസിസ് എന്ന് പറയുന്നത് എന്താണ് സിസ്റ്റമിക്കും അതുപോലെ തന്നെ സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. പിറ്റോകസിലാണെങ്കിലും മെയിൻ ആയിട്ട് സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് ആണ് കാണിക്കുന്നത്, പക്ഷെ എന്താണ് നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയുന്ന കണ്ടീഷനിലാണ് മെയിൻ ആയിട്ട് പിറ്റോകസ് ഡിസീസ് കോസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി മൈക്കോസിസിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ വരാറുണ്ട്, കാരണം പിറ്റോകസ് എന്ന് പറയുന്നത് മെനിഞ്ചൈറ്റിസ് അല്ലേ കോസ് ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് അത് സിസ്റ്റമിക് മൈക്കോസിസിലല്ലേ വരിക എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് പക്ഷെ എന്താണ് ഓപ്പർച്യൂണിറ്റി മൈക്കോസിസിലാണ് അത് പിറ്റോകസ് വരുന്നത്. കാരണം അതുകൊണ്ടാണ് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി കുറയുന്ന കണ്ടീഷനിലാണ് മെയിൻ ആയിട്ട് പിറ്റോകസ് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പർച്യൂണിറ്റി മൈക്കോസിസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതിന് ഇത്രയും എക്സാമ്പിളുകൾ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൈക്കോടോക്സിക്കോസിസ് ആണ്. മൈക്കോടോക്സിക്കോസിസ് എന്ന് പറഞ്ഞാൽ ഒരു മിസ്ലേനിയസ് ആയിട്ടുള്ള അത്ര കൂടുതൽ ക്വസ്റ്റ്യൻസുകളൊന്നും കാണാറില്ല, പക്ഷെ എന്തായാലും 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, മൈക്കോടോക്സിക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കോട്ടിക് പോയിസണിങ് ആണ്. ഇതിൽ എന്തെങ്കിലും നമ്മുടെ മെറ്റബോളൈറ്റ്സ് വഴി ഫംഗൽ മെറ്റബോളൈറ്റ്സ് വഴി അവിടെ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നതാണ് മൈക്കോടോക്സിക്കോസിസ് എന്ന് പറയുന്നത്. അത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. മൈക്കോടോക്സിക്കോസിസ് ആൻഡ് മൈസിറ്റിസം എന്ന് പറയാം. ഓക്കെ, മൈക്കോടോക്സിക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ് പ്രൊഡ്യൂസ്ഡ് ഫോളോയിങ് ദ കൺസപ്ഷൻ ഓഫ് ഫുഡ് കണ്ടാമിനേറ്റഡ് ബൈ ടോക്സിൻസ് ലിബറേറ്റഡ് ബൈ ദ സെർട്ടൻ ഫംഗി. ഓക്കെ, ഈ ഫുഡിൽ എന്ത് ചെയ്യുന്നു, ടോക്സിൻ കണ്ടാമിനേറ്റഡ് ആയിട്ട് അതുവഴി വരുന്നതാണ് മൈക്കോടോക്സിക്കോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ തന്നെ ഈ ഡെഫിനിഷൻ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്, ബൈഹാർട്ട് ചെയ്യല്ല, മനസ്സിലാക്കിയിട്ട്. മൈസിറ്റിസം എന്ന് പറയുന്നത് എന്താണ്, ടോക്സിക് എഫക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഈറ്റിംഗ് പോയിസണസ് ഫ്ലഷി ഫംഗി. ആ ഫംഗി നമ്മൾ അതുപോലെ കഴിക്കുമ്പോൾ അങ്ങനെ വരുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പറയാറില്ല, നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന ചില കൂണുകൾ, മഷ്റൂംസ് നമ്മൾ കഴിക്കുമ്പോൾ അത് അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ ഡെത്ത് വരെ സംഭവിക്കാറുണ്ട്. അതൊക്കെ മൈസിറ്റിസത്തിലാണ് വരിക. നമ്മൾ ഡയറക്റ്റ്ലി ഒരു പോയിസണസ് ഫ്ലഷി ഫംഗിയാണ് അവിടെ കഴിക്കുന്നത്. അത് അങ്ങനെയുള്ളതിനാണ് നമ്മൾ മൈസിറ്റിസം എന്ന് പറയുന്നത്. അതിന്റെ ടോക്സിൻസ് ഇപ്പോൾ ചില ആസ്പെർഗില്ലസ് സ്പീഷീസിൽ പെട്ടിട്ടുള്ള ആസ്പെർഗില്ലസ് ഫ്ലേവസ് എന്ന് പറയുന്ന സ്പീഷീസ് ഉണ്ട്. അതിൽ നമ്മളുടെ ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അഫ്ലാടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അഫ്ലാടോക്സിൻ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഫുഡിൽ കണ്ടാമിനേറ്റ് ആയിട്ട് അതുവഴി നമുക്ക് ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ അത് എന്ത് മൈക്കോടോക്സിക്കോസിസ് എന്ന് പറയും. ഓക്കെ, പറഞ്ഞ മനസ്സിലായല്ലോ. ഡയറക്റ്റ്ലി അതിന്റെ ഫ്ലഷിന്ന് വരുന്നതാണെന്നുണ്ടെങ്കിൽ മൈസിറ്റിസും, ടോക്സിൻസ് വഴിയാണെന്നുണ്ടെങ്കിൽ മൈക്കോടോക്സിക്കോസിസ് എന്ന് പറയും. അത് രണ്ടും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിന്റെ നമുക്ക് ആ ഒരു ബേസിക് അതിന്റെ ജനറൽ കാര്യങ്ങളിൽ പറയാനുള്ളത്, ക്യാരക്ടറിസ്റ്റിക്സും ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് അതിന്റെ ഒരു ലാബ് ഡയഗ്നോസിസിലേക്ക് പോകാം. ഞാൻ കാര്യങ്ങൾ കുറച്ച് പെട്ടെന്ന് ഓടിച്ച് വിട്ടു പോകുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്ലിയർ ചെയ്യാം. അറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ സഡൻലി പറഞ്ഞു തരാം. എല്ലാവരുടെ കാര്യങ്ങളും റെഫർ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് കുറേ സമയം കൊണ്ട് തീർക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വൺ നമുക്ക് പറയുന്നത് ഒരു മൈക്കോളജിയുടെ ലാബ് ഡയഗ്നോസിസ് ആണ്. നമുക്കറിയാം ബാക്ടീരിയോളജിയിൽ നമ്മൾ ലാബ് ഡയഗ്നോസിസ് ഒക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷെ മൈക്കോളജിയിലേക്ക് വരുമ്പോൾ ചില ഡിഫറൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ജനറൽ ആസ്പെക്റ്റിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പല ഓർഗാനിസത്തിനും അതിൻ്റെതായിട്ട് കുറച്ച് സ്പെഷ്യൽ ടെസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഒരു ജനറൽ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിൾസ് ഫോർ മൈക്കോളജി ലാബിലേക്ക് നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്ന സാമ്പിൾസുകൾ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ട്രാക്ട് സെക്രീഷൻസ് ലൈക്ക് സ്പ്യൂട്ടംസ്. കാരണം ഒരുപാട് സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നത് ഇൻഹലേഷൻസ് വഴിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റെസ്പിറേറ്ററി ട്രാക്ട് സെക്രീഷൻസ് ലൈക്ക് സ്പ്യൂട്ടം, ബാല്, ട്രിക്കൽ ആസ്പിറേഷൻസ് അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ CSF മെനിഞ്ചൈറ്റിസ് ഉണ്ടോ നോക്കാൻ CSF യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഡെർമറ്റോഫൈറ്റോസിന്റെ കേസിലെ ഹെയർ, സ്കിന്ന്, നെയിൽ സ്ക്രാപ്പിംഗ്സ്, അതേപോലെ തന്നെ ബ്ലഡ്, യൂറിന്, ടിഷ്യൂ, സ്റ്റെറൈൽ ഫ്ലൂയിഡ്, ബോൺ മാരോ, കോർണിയൽ സ്ക്രാപ്പിംഗ്സ്, അതൊക്കെ നമുക്ക് ഇവിടെ സാമ്പിൾസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഡയറക്റ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ നമ്മൾ മൈക്രോസ്കോപ്പിയിലേക്ക് വരുമ്പോൾ നമ്മൾ സാമ്പിൾ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാക്രോസ്കോപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൈക്രോസ്കോപ്പിയിലേക്ക് ചെയ്യാം. മൈക്രോസ്കോപ്പി നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന 2 മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KOH പ്രിപ്പറേഷൻ, അതേപോലെ തന്നെ കാൽക്കോഫ്ലോർ ആണ് ചെയ്യുക. ഓക്കെ, KOH ആൻഡ് കാൽക്കോഫ്ലോർ ആണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത്. ഇത് രണ്ടാണ് നമ്മൾ ലാബുകളിലൊക്കെ കോമൺലി ചെയ്യുന്ന ഒരു സംഭവം. ഈ കാൽക്കോഫ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് അവൈലബിൾ ആയിരിക്കണം. അതായത് ഫ്ലൂറസെന്റ് ഡൈ അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് മെക്കാനിസംസ് വഴിയാണ് കാൽക്കോഫ്ലോർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് കാരണം അവിടെ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി പ്രസന്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ പല ലാബുകളിലും ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി പ്രസന്റ് ആയിരിക്കില്ല. അപ്പൊ അത് കാരണം
KOH ആണ് ഒട്ടുമിക്ക ലാബുകളിൽ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എത്ര പെർസെന്റേജ് KOH ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്? ആരെങ്കിലും ഒന്ന് പറയും, അൺമ്യൂട്ട് ചെയ്ത് പറയണേ. 10%. കറക്റ്റ് ആണ്. 10% KOH ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ പെർസെന്റേജ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഏതോ 1-2 എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എത്ര പെർസെന്റേജ് KOH ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ 10% KOH ആണ് നമ്മൾ റുട്ടീൻലി യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം, റുട്ടീൻലി യൂസ് ചെയ്യുന്നത് 10% KOH ആണെന്നുള്ളത്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് പിന്നീട് കാണാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് 2 ഡയറക്റ്റ് എക്സാമിനേഷൻ എന്നുള്ള മനസ്സിലായാലും KOH, അതേപോലെ തന്നെ കാൽക്കോഫ്ലോർ ആണെങ്കിൽ ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പി വഴിയാണ് ഡിറ്റക്ട് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കി. ഓക്കെ, അതുപോലെ തന്നെ കാൽക്കോഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്താണ് മോർ സെൻസിറ്റീവ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഈസിലി വിസിബിൾ ആക്കാൻ പറ്റും. KOHനേക്കാളും കുറച്ചുകൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാൽക്കോഫ്ലോർ ആണ്. കാരണം അവിടെ നമ്മൾ ഫ്ലൂറസെൻസ് മെത്തേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ KOHന്റെ പ്രിപ്പറേഷൻ, KOHന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ KOH എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ ഹ്യൂമൻ സെൽസിനെ എന്ത് ചെയ്യുന്നു, റിസോൾവ് ചെയ്തിട്ട് ഫംഗൽ സെൽസിനെ മാത്രം അവിടെ സർവൈവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് എന്താണ്, ഇപ്പോൾ നമ്മൾ ടിഷ്യൂ എടുക്കുകയാണ്, ഒരു സ്കിൻ സ്ക്രാപ്പിംഗ് എടുക്കുകയാണ്. സ്ക്രാപ്പിംഗ് എടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും, നമ്മൾ ഹ്യൂമൻ ടിഷ്യൂസ് പ്രസന്റ് ആയിരിക്കും. നമ്മുടെ സ്കിൻ, ഇതിപ്പോൾ ഒരു പേഷ്യന്റിന് എന്താണ് എന്തെങ്കിലും സ്കിൻ ലെഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്ക്രാപ്പിംഗ്സ് എടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ആ പേഷ്യന്റിന് അവിടെ ഓൾറെഡി ആ സ്കിൻ പാർട്ട് അതിന്റെ കൂടെ ഇളകി വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ സ്കിൻ പാർട്ട് അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ സെൽസിനെ ഡിസോൾവ് ചെയ്തിട്ട് ആ ഒരു ഫംഗൽ സെൽസിനെ മാത്രം ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് KOH യൂസ് ചെയ്യുന്നത്. അതെന്ത്, ഈ ഡിസോൾവ് ദ ഹ്യൂമൻ സെൽസ്, അതായത് കെരാറ്റിനൈസ് ദ ഹ്യൂമൻ സെൽസിനെ കെരാറ്റിനൈസ് ചെയ്യാനുള്ള ആ എബിലിറ്റി ഉണ്ട് KOH. അതുകൊണ്ടാണ് KOH പ്രിപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അതുപോലെ തന്നെ KOHന്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കെരാറ്റിനൈസ്ഡ് ടിഷ്യൂ സ്പെസിമെൻസ് സ്കിൻ സ്ക്രാപ്പിംഗ് ആൻഡ് ഫ്ലക്സ്ഡ് ഹെയർ സാമ്പിൾസ് ആർ ട്രീറ്റഡ് വിത്ത് 10% KOH. നമ്മൾ യൂഷ്വലി എന്താണ് 10% KOH ആണ് യൂസ് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ KOHന്റെ പ്രത്യേകത എന്താണ്, ഡൈജസ്റ്റ് കെരാറ്റിൻ എന്ത് ചെയ്യുന്നു, ഡൈജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഹ്യൂമൻ സെല്ലിലുള്ള കെരാറ്റിൻ എന്ത് ചെയ്യുന്നു, ഡൈജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഫംഗൽ ഹൈഫസിൻ ക്ലിയർലി അണ്ടർ ദ മൈക്രോസ്കോപ്പ്. അത് കാരണം നമുക്ക് എന്തെങ്കിലും ഫംഗൽ ഹൈഫയെ വളരെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആക്കാൻ വേണ്ടി സാധിക്കുന്നു. ഓക്കെ, KOHന്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായാലും എന്താണ് നമ്മുടെ എന്താണ് ഹ്യൂമൻ ടിഷ്യൂസിലുള്ള കെരാറ്റിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫംഗൽ ഹൈഫിനെ ഈസിലി വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ KOH യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ചില സമയങ്ങളിൽ അതിനെ KOH ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ജെല്ലി എന്ത് ചെയ്യുന്നു, സ്ലൈറ്റ്ലി ഒരു ഹീറ്റിംഗ് കൊടുക്കുന്നു, അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ നമ്മൾ ഹീറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ചില സമയങ്ങളിൽ ഒരു 5 to 10 minutes എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, അതിനെ ഒരു കുറച്ച് ചെറുതായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് 5 to 10 minutes കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒബ്സർവ് ചെയ്യുന്നു അണ്ടർ ദ മൈക്രോസ്കോപ്പ്. അത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഫംഗൽ ഹൈഫിനെ ഈസിലി വിസിബിൾ ആക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന റുട്ടീൻലി യൂസ് ചെയ്യുന്ന എന്താണ് 10% KOH ആണ്. ഓക്കെ, അപ്പൊ ഈ ചില കേസുകളിൽ ഇപ്പൊ നെയിൽസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക എന്താണ്, കുറച്ചുകൂടി ഹാർഡർ ആയിട്ടുള്ള ടിഷ്യൂ ആണ് നെയിൽസ് എന്ന് പറയുന്നത്. ഇതുപോലെ അല്ലല്ലോ, അതിലേറെ കുറച്ചുകൂടി ഹാർഡർ ആയിട്ടുള്ള ടിഷ്യൂ ആണ് നെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ നെയിൽസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 20 to 40%. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ റുട്ടീനിൽ നമ്മൾ എന്താണ് 10% ആണെന്ന് പറഞ്ഞു. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാൻ എന്താണ്, നെയിൽസിന്റെ കേസിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് അവിടെ എന്താണ് 20 to 40 ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനും വളരെയധികം ശ്രദ്ധിച്ച് വായിക്കാം. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായാലും റുട്ടീനിൽ 10% ആണ്. അപ്പൊ ആ ഒരു ഓർമ്മ വെച്ചിട്ട് എന്തെങ്കിലും പെട്ടെന്ന് പോയിട്ട് 10% ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ ചിലപ്പോൾ 10% ആയിരിക്കും. അപ്പോൾ പോയിട്ട് എന്താണ് 10% മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നെയിൽസ് ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും. നെയിൽസ് പോലെയുള്ള അല്ലെങ്കിൽ ഹാർഡ് ടിഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 20 to 40% അതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നുണ്ട്. ഓക്കെ, അവിടെ ഒന്നുകൂടി ഈസിലി ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ 20 to 40% ആണ് നെയിൽസിന്റെ കേസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കുറച്ചും കൂടി അധികം സമയം നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, നോർമലി നമ്മൾ 5 to 10 minutes പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം 30 minutes ഒക്കെ നമ്മൾ സമയം കൊടുക്കും നെയിൽസിന്റെ കേസിൽ. അതേപോലെ തന്നെ നമുക്ക് എന്താണ് 10% ഗ്ലിസറോൾ നമുക്ക് അതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡ്രൈയിങ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഗ്ലിസറോളിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രിവെന്റ് ദ ഡ്രൈയിങ് ആണ്. 10% ഗ്ലിസറോൾ യൂസ്ഡ് ആസ് ടു പ്രിവെന്റ് ഡ്രൈയിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 10% ഗ്ലിസറോൾ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ DMSO യൂസ് ചെയ്യാം. DMSO എന്ന് പറഞ്ഞാൽ ഡൈമീഥൈൽ സൾഫോക്സൈഡ്. എന്താണ് ഈ DMSO യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡൈജസ്റ്റീവ് ടിഷ്യൂസ് നമുക്ക് ഈസിലി ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, അപ്പൊ DMSO അതേപോലെ ഗ്ലിസറോൾ നമുക്ക് അഡിക്റ്റീവ്സ് ആയിട്ട് KOHന്റെ കേസിൽ യൂസ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചു വിച്ച് ആർ ദ അഡിക്റ്റീവ്സ് വി ക്യാൻ യൂസ് ഫോർ ദ KOH പ്രിപ്പറേഷൻസ്. എന്താണ് ഗ്ലിസറോൾ യൂസ് ചെയ്യാം, DMSO യൂസ് ചെയ്യാം. അപ്പോൾ രണ്ടിന്റെ ഫംഗ്ഷൻസ് മനസ്സിലായല്ലോ. ഗ്ലിസറോൾ എന്ന് പറഞ്ഞാൽ ടു പ്രിവെന്റ് ഡ്രൈയിങ്, DMSO എന്ന് പറഞ്ഞാൽ ടു ഹെൽപ്പ് ദ ഡൈജസ്റ്റിംഗ് ദ ടിഷ്യൂസിന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് KOHന്റെ കാര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത് ഗ്രാം സ്റ്റെയിൻ ആണ്. ഗ്രാം സ്റ്റെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, നോർമലി നമ്മൾ ബാക്ടീരിയോളജി ലാബുകളിലൊക്കെ കോമൺലി യൂസ് ചെയ്യുന്നതാണ് ഗ്രാം സ്റ്റെയിൻ എന്ന് പറയുന്നത്.
ഫംഗിയുടെ കേസിലേക്ക് വരുമ്പോൾ എന്താണ്, ഫംഗി ആർ ഗ്രാം പോസിറ്റീവ് ആണ്. ഗ്രാം പോസിറ്റീവ് സെല്ലാണ് എന്ത് ഫംഗി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം കാൻഡിഡ സെല്ലൊക്കെ ഗ്രാം സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, കാൻഡിഡ സ്പീഷീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും, ഒരു ഓവൽ പർപ്പിൾ കളർ ആയിട്ട് അവർ കാണും. അതായത് ഗ്രാം പോസിറ്റീവ് ആയിട്ടാണ് കാണും. ഓക്കെ, മെയിൻലി നമ്മൾ കാൻഡിഡ അതേപോലെ ക്രിപ്റ്റോഗസിന്റെ കേസിലേക്കാണ് ഗ്രാം സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത്. ഗ്രാം പോസിറ്റീവ് ഈസ്റ്റ് സെല്ലായിരിക്കും കാൻഡിഡയിലും ക്രിപ്റ്റോഗസിന്റെ കേസിലേക്കാണ്. ഓക്കെ, അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇന്ത്യ ഇങ്ക് ഓർ നിഗ്രോസിംഗ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് സ്റ്റെയിനിങ്. ഓക്കെ, നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ മെയിൻലി ക്യാപ്സ്യൂൾ ഡെമോൺസ്ട്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഡെമോൺസ്ട്രേറ്റ് ക്യാപ്സ്യൂളിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇങ്ക് സ്റ്റെയിനിങ് അല്ലെങ്കിൽ നിഗ്രോസിംഗ് സ്റ്റെയിൻ പോലെയുള്ള നെഗറ്റീവ് സ്റ്റെയിനുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്രിപ്റ്റോകോക്കസ് പോലെയുള്ള ചില ഫംഗസുകൾക്ക് എന്ത് ചെയ്യുന്നു, ക്യാപ്സ്യൂൾ പ്രസന്റ് ആയിരിക്കും. ഈ ക്യാപ്സ്യൂൾ പ്രസന്റ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിപ്പോൾ ക്രിപ്റ്റോകസ് സെല്ലാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റിലും ഹാലോ പോലെ ഫോം ചെയ്യും. ഓക്കെ, അതാണ് അതിന്റെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ നിന്നിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഡാർക്ക് ആയിട്ട് ഈ ഒരു ഹാലോ നമുക്ക് വിസിബിൾ ആക്കുന്ന അത്തരത്തിൽ പറയുന്ന അതിന് പറയുന്ന പേര് നെഗറ്റീവ് സ്റ്റെയിനിങ്, അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾ ആണ് ഇന്ത്യ ഇങ്ക് നിഗ്രോസിനൊക്കെ. ഓക്കെ, സ്റ്റെയിനിങ് പാർട്ടിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ, ഇപ്പൊ ഇന്ത്യ ഇങ്ക് നിഗ്രോസിൻ മെയിൻലി യൂസ് ക്രിപ്റ്റോകസ് നിയോഫോം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കാൽക്കോഫോർ വൈറ്റ് സ്റ്റെയിൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, കാൽക്കോഫോറും KOH നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് പറഞ്ഞു. കാൽക്കോഫോർ എന്ന് പറയുന്നത് ഒരു ഫ്ലൂറസെന്റ് സ്റ്റെയിൻ ആണ്. നമുക്ക് ഒരു എക്സൽ മോർഫോളജി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ മറ്റുള്ള സ്റ്റെയിൻസിനെ വെച്ച് നോക്കുമ്പോൾ മോർ സെൻസിറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആണ്. ഇതിന്റെ ഫംഗ്ഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബൈൻഡ്സ് ടു സെല്ലുലോസ് ആൻഡ് കൈറ്റിൻ ഓഫ് ദ ഫംഗൽ സെൽ വാൾ. സെൽ വാളിൽ എന്താണ് കൈറ്റിന് പ്രസന്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞായിരുന്നില്ലേ, എന്താണ് അതിന്റെ സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞത്, എന്താണ് കൈറ്റിൻ ഉണ്ട്, പിന്നെ എന്തൊക്കെയുള്ളത്, ബീറ്റാ ഗ്ലൂക്കാൻ ഉണ്ട്, അതേപോലെ തന്നെ മാനോ പ്രോട്ടീൻസ് ഉണ്ട്. അല്ല കൈറ്റിനുമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ കാൽക്കോഫോർ സ്റ്റെയിൻ എന്ത് ചെയ്യുന്നു, പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ അവിടെ നമുക്ക് വിസിബിൾ ആക്കുന്നു. എങ്ങനെ, നമ്മൾ UV ലൈറ്റുമായിട്ട് ഫ്ലൂറസെൻസ്, അതായത് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പിൽ എന്താണ് UV ലൈറ്റ് വെച്ചിട്ട് നമ്മൾ ഫ്ലൂറസ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ അവിടെ ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ് അവിടെ ഫംഗൽ എലമെന്റ് പ്രസന്റ് ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, കാൽക്കോഫോർ വൈറ്റ് സ്റ്റെയിനിൽ എന്ത് വെച്ചിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത്, കൈറ്റിൻ സെല്ലുലോസ് ഫംഗൽ സെല്ലുകളാണ്. ഓക്കെ, അപ്പൊ കൈറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താ മനസ്സിലായല്ലോ. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ചില കേസുകളിൽ നമുക്ക് എന്താണ് ഈ കാൽക്കോഫോർ വൈറ്റ് സ്റ്റെയിനിലേക്ക് KOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ ഈ ടിഷ്യൂസിനൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പൊ അതുകൊണ്ട് KOH അവിടെ ഒരു അഡിക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കാൽക്കോഫോർ വൈറ്റ് സ്റ്റെയിനിന്റെ കേസിൽ. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ അടുത്തത് നമുക്ക് കുറച്ച് ഹിസ്റ്റോപത്തോളജിക്കൽ സ്റ്റെയിൻസ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. നമുക്ക് എച്ച് ആൻറ്റി സ്റ്റെയിൻ നമ്മൾ ചില സമയങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ യൂസ് ചെയ്യുന്ന മറ്റൊരു സ്റ്റെയിൻ ആണ് PA സ്റ്റെയിൻ, പെറോഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിനിങ് എന്ന് പറയും. ഈ സ്റ്റെയിനിങ് മെത്തേഡ്സ് ഒക്കെ ഹിസ്റ്റോപത്തോളജിയിൽ നിങ്ങൾ എന്താണ് സ്റ്റെയിനിങ് ഫോർ ഓർഗാനിസംസ് എന്ന് പറയുന്ന പാർട്ടിൽ പഠിക്കും. അതിന്റെ പ്രിപ്പറേഷൻസ്, അതിന്റെ കാര്യങ്ങളും അതിന്റെ കമ്പോണൻസും കാര്യങ്ങളൊക്കെ പഠിക്കും. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഷോർട്ടായിട്ട് പറയുന്നതേ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് PA സ്റ്റെയിനിങ് ആണ്. PA സ്റ്റെയിനിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ PS പോസിറ്റീവ് ഫംഗി എന്ത് ചെയ്യുന്നു, മെജന്ത അല്ലെങ്കിൽ ഡീപ്പ് പിങ്ക് കളർ, അതായത് ഒരു മെജന്ത കളർ ആയിട്ടായിരിക്കും എന്താണ് ഫംഗി എലമെന്റ്സ് കാണുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ന്യൂക്ലിയർ എന്ന് പറയുന്നത് ബ്ലൂ കളർ ആയിരിക്കും. ഇത് കണ്ട ഇവിടെ കണ്ട ഇങ്ങനെ കാണുന്ന ഈ എലമെന്റ്സ് ഇതാണ് ഫംഗൽ എലമെന്റ്സ്, അല്ലെങ്കിൽ പർപ്പിൾ കളർ ആയിട്ട് കാണുന്ന ഈ ഒരു പാർട്ടാണ് ഫംഗൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇതൊരു PA സ്റ്റെയിനിങ്ങിന്റെ പിക്ചർ ആണ്. അടുത്തത് ഗൊമോറിസ് മെത്തനമൈൻ സിൽവർ സ്റ്റെയിനിങ്, GMS സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. Is used as an alternative to PS. PS സ്റ്റെയിനിങ് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് PS പോലെ തന്നെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റെയിൻസ് ബോത്ത് ലൈവ് ആൻഡ് ഡെഡ് ഫംഗൈ. ഇത് ലൈവ് ആയിട്ടുള്ള ഫംഗസിനെയും ഡെഡ് ആയിട്ടുള്ള ഫംഗസിനെയും എന്താണ് സ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ലൈവ് ആൻഡ് ഡെഡ് ഫംഗൈനെ സ്റ്റെയിൻ ചെയ്യുന്നത് ഏതാണ്, GMS ആണ്. PAs എന്ന് പറയുന്നത് എന്താണ്, സ്റ്റെയിൻസ് ഓൺലി ലൈവ് ഫംഗസ്. PAs GMS തമ്മിലുള്ള ഡിഫറൻസ് കിട്ടിയില്ലേ. PAs എന്ന് പറയുമ്പോൾ എന്താണ്, ഓൺലി ലൈവ് ഫംഗസിനെ മാത്രമേ എന്താണ് PAs ഡിറ്റക്ട് ചെയ്യുന്നുള്ളൂ. GMS ആണെന്നുണ്ടെങ്കിൽ ലൈവ് ആയിട്ടുള്ളതും ഡെഡ് ആയിട്ടുള്ള ഫംഗസിനെ എന്താണ് ഇവര് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ അതിന്റെ ഡിഫറൻസ് കിട്ടിയല്ലോ. അതേപോലെ തന്നെ ഇവിടുത്തെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഫംഗിൽ നിന്ന് ബ്ലാക്ക് കളർ ആയിട്ട് കാണുന്നു, ബാക്ക്ഗ്രൗണ്ട് ഒരു പെയിൻ ഗ്രീൻ കളർ ആയിട്ട് കാണുന്നു. ഈ ബ്ലാക്ക് കളർ ആയിട്ട് കാണുന്നത് എന്താണ്, ഫംഗൽ എലമെന്റ്സ് ആണ്. ഓക്കെ, ഇതാണ് ഒരു GMS സ്റ്റെയിനിന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. അടുത്തൊന്നാണ് മ്യൂസിക് കാർമിൻ സ്റ്റെയിൻ എന്ന് പറയുന്നത്. മ്യൂസിക് കാർമിൻ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ അത് പേരിലുള്ളത് പോലെ തന്നെ എന്താണ് കാർമിനോഫിലിക് സെൽ വാൾസിലെ ക്രിപ്റ്റോകസിലും അതേപോലെ റൈനോസ്പോഡിയത്തിലൊക്കെ എന്താണ് കാർമിനോഫിലിക് അതിന്റെ സെൽ വാൾ എന്താണ് കാർമിനോഫിലിക് പ്രസന്റ് ആയിരിക്കും. അത്തരത്തിലുള്ള കാർമിനോഫിലിക് സെൽ വാൾസിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മ്യൂസിക് കാർമിൻ സ്റ്റെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്രിപ്റ്റോകസ്, റൈനോസ്പോഡിയ ഒക്കെ ആണ്. ഓക്കെ, അതേപോലെ തന്നെ മെസൻ സ്പോണ്ടാനസ് സ്റ്റെയിൻ യൂസിങ് ഫോർ ദ പിഗ്മെന്റഡ് ഫംഗൈ. ഈ പിഗ്മെന്റഡ് ഫംഗൈ എന്ന് പറയുന്നത് മെലാനിൻ കണ്ടെയ്നിങ് ഫംഗൈ ആണ്. ഓക്കെ, മെലാനിൻ കണ്ടെയ്ൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്ലാക്ക് കളർ ആയിട്ട് കാണുന്ന ഫംഗസിനാണ് പിഗ്മെന്റഡ് ഫംഗൈ എന്ന് പറയാം. ഓക്കെ, പിന്നെ നമുക്ക് അതർവൈസ് കോൾഡ് ആസ് ഫെയോയിഡ് ഫംഗൈ അല്ലെങ്കിൽ ഡെമറ്റേഷ്യസ് ഫംഗൈ എന്ന് പറയാം. ചിലപ്പോൾ എന്താണ് മെസൻ സ്പോണ്ടാന യൂസിങ് ഫോർ, ചിലപ്പോൾ ഓപ്ഷൻസിൽ പിഗ്മെന്റഡ് ഫംഗൈ എന്ന് കാണൂല, ഡെമറ്റേഷ്യസ് ഫംഗൈ എന്നായിരിക്കും, ചിലപ്പോൾ ഫെയോയിഡ് ഫംഗൈ എന്നായിരിക്കും കാണാം. അപ്പൊ അതിന്റെ പറയുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്, പിഗ്മെന്റഡ് ഫംഗൈക്ക് പറയുന്ന പേരുകൾ ഫെയോയിഡ് ഫംഗൈ, അതേപോലെ തന്നെ ഡെമറ്റേഷ്യസ് ഫംഗൈ എന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, മെസൻ സ്പോണ്ടാന യൂസിങ് ഫോർ പിഗ്മെന്റഡ് ഫംഗൈ, ഡെമറ്റേഷ്യസ് ഫംഗൈ ആൻഡ് ഫെയോയിഡ് ഫംഗൈ. ഓക്കെ,
അതേപോലെ തന്നെ അടുത്ത സ്റ്റെയിൻ എന്ന് പറയുന്നത് ഫ്ലൂറസെന്റ് ആന്റിബോഡി സ്റ്റെയിനിങ് ആണ്. നമുക്ക് എന്താണ് ഫംഗൽ ആന്റിജൻസിനെ ഫ്ലൂറസെൻസ് ലാബിൾഡ് ആയിട്ടുള്ള ആന്റിബോഡി ഫ്ലൂറസെന്റ് ലാബിൾഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അത് എന്താ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റെയിനിങ് മെത്തേഡാണ് ഫ്ലൂറസെന്റ് ആന്റിബോഡി സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റേ അറിഞ്ഞിരിക്കേണ്ട മറ്റ് മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെയിനിങ് ആണ് ലാക്ടോക്വിനോൾ കോട്ടൺ ബ്ലൂ എന്ന് പറയുന്നത്. ലാക്ടോക്വിനോൾ കോട്ടൺ ബ്ലൂ അല്ലെങ്കിൽ LPCB എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും എന്താണ് LPCB എന്നുള്ളത്. ഓക്കെ, ഇതാണ് നമ്മൾ കോമൺലി എന്താണ് മോൾഡിന്റെ കേസിലൊക്കെ നമ്മൾ റാബുകളിൽ യൂസ് ചെയ്യുന്നത് LPCB ആണ്. ഓക്കെ, അപ്പോൾ ബെറ്റർ മോർഫോളജി ഐഡന്റിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന സ്റ്റെയിനും കൂടെയാണ് LPCB എന്ന് പറയുന്നത്. ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട് അതിന്റെ കണ്ടന്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ലാക്ടോക്വിനോൾ കോട്ടൺ ബ്ലൂ, അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ലാക്ടിക് ആസിഡ്. ലാക്ടോ എന്ന് പറയുമ്പോൾ ലാക്ടിക് ആസിഡ്. ലാക്ടിക് ആസിഡിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രിസർവേഷൻ ആണ്. പ്രിസർവ് ദ മോർഫോളജി ഓഫ് ഫംഗൈ. ലാക്ടിക് ആസിഡിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മോർഫോളജി പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ലാക്ടോ എന്ന് പറയുമ്പോൾ ലാക്ടിക് ആസിഡ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫീനോൾ. ഫീനോൾ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഫീനോൾ ആക്ട് ആസ് ഡിസിൻഫെക്റ്റന്റ്. ലാക്ടിക് ആസിഡ് പ്രിസർവ്സ് ദ മോർഫോളജി ഓഫ് ഫംഗൈ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോട്ടൺ ബ്ലൂ. ഈ കോട്ടൺ ബ്ലൂ എന്ന് പറയുന്നതാണ് അവിടെ സ്റ്റെയിൻ ആയിട്ട് ഈ ബ്ലൂ കളർ കൊടുക്കുന്നത് എന്താണ്? കോട്ടൺ ബ്ലൂ ആണ്. സ്റ്റെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്? കോട്ടൺ ബ്ലൂ ആണ്. അതേപോലെ തന്നെ അതിന് എക്സ്ട്രാ ആയിട്ട് എന്തായിരുന്നു? ഒരു ഗ്ലിസറോൾ ഉണ്ടാവും. ഗ്ലിസറോളിന്റെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഡ്രൈയിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്രിവെന്റ്സ് ഡ്രൈയിങ്. ഓക്കെ, അപ്പൊ LPCBന്റെ കണ്ടന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഗ്ലിസറോൾ ഉണ്ട് എന്നുള്ളത് കാര്യം മറക്കരുത്. ഓക്കെ, ലാക്ടോക്വിനോൾ കോട്ടൺ ബ്ലൂവിൽ എന്താണ്? ഫീനോൾ, ലാക്ടിക് ആസിഡ് ഉണ്ട്, ഫീനോൾ ഉണ്ട്, കോട്ടൺ ബ്ലൂ ഉണ്ട്, അതേപോലെ തന്നെ ഗ്ലിസറോൾ ഉണ്ട്. ഓക്കെ, ഓരോന്നിന്റെ ഫംഗ്ഷൻസുകൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഫീനോൾ ആക്ട് ആസ് ഡിസിൻഫെക്റ്റന്റ്, ലാക്ടിക് ആസിഡ് ആക്ട് ആസ് പ്രിസർവേറ്റീവ് ഏജന്റ്, ഗ്ലിസറോൾ for using for prevent the drying, and cotton blue stains the fungal elements. Okay, ഇത്രയും കാര്യങ്ങൾ LPCB അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും സ്റ്റെയിൻസുകളാണ് എന്ത് നമ്മൾ നോർമലി നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്റ്റെയിനുകൾ എന്ന് പറയുന്നത്. നമ്മൾ അത്ര യൂഷ്വലായിട്ട് യൂസ് ചെയ്യാത്ത കുറച്ച് സ്പെഷ്യൽ സ്റ്റെയിനുകൾ ഉണ്ട്. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്. PSC ലെവലിൽ അങ്ങനെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അറ്റ്ലീസ്റ്റ് പേരുകളെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മേ ബി ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റെയിനുകളാണ് മേഗ്രെൻവാൾഡ് ജീംസ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. മെയിൻലി യൂസിങ് ഫോർ ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റം. അതേപോലെ തന്നെ ഗ്രിഡ്ലി ഫംഗൽ സ്റ്റെയിൻ എന്താണ് യൂസ് ചെയ്യുന്നത്? PA സ്റ്റെയിൻ. ബട്ട് PA സ്റ്റെയിനിന്റെ അതേപോലെ തന്നെ മോഡിഫിക്കേഷൻ ആണ്. പക്ഷെ അവിടെ നിന്നാണ് ക്രോമിക് ആസിഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് ഗ്രിഡ്ലി ഫംഗൽ സ്റ്റെയിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്മോൾസ് മെലാനിൻ സ്റ്റെയിൻ ഉണ്ട്. തയോയിഡ് ഫംഗ അല്ലെങ്കിൽ ഡെമറ്റേഷ്യസ് ഫംഗയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. അതായത് പിഗ്മെന്റഡ് ഫംഗയ്ക്ക് യൂസ് ചെയ്യുന്നതാണ് സ്മോൾസ് മെലാനിൻ സ്റ്റെയിൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? മെറ്റ്സം സ്പോണ്ടാനസ് സ്റ്റെയിൻ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അതുപോലുള്ള മറ്റൊരു സ്റ്റെയിൻ ആണത് സ്മോൾസ് മെലാനിൻ സ്റ്റെയിൻ എന്ന് പറയുന്നത്. മെയിൻലി യൂസിങ് ഫോർ ഡെമറ്റേഷ്യസ് ഓർ തയോയിഡ് ഫംഗൈ ഓർ പിഗ്മെന്റഡ് ഫംഗൈ. ഓക്കെ, അതുപോലെ തന്നെയുള്ള കുറച്ച് സ്റ്റെയിനുകൾ കൂടെ ഉണ്ട്. എന്താണ്? ടൊളിവിഡിൻ ബ്ലൂ ഓ സ്റ്റെയിൻ, മെയിൻലി യൂസിങ് ഫോർ ന്യൂമോസിസ് ജിറോവസി. ചിലപ്പോൾ ചോദിച്ചേക്കാം ന്യൂമോസിസ് ജിറോവസി നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണെന്നുള്ളത്. ദാറ്റ് ഈസ് ടൊളിവിഡിൻ ബ്ലൂ ഓ സ്റ്റെയിൻ ആണ്. ഓക്കെ, ടൊളിവിഡിൻ ബ്ലൂ ഓ സ്റ്റെയിൻ ആണ് നമ്മൾ മെയിൻലി ന്യൂമോസിസ് ജിറോവസിന്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. ഇതാണ് ടൊളിവിഡിൻ ബ്ലൂ ഓ സ്റ്റെയിൻ യൂസിങ് ഫോർ ന്യൂമോസിസ് ജിറോവസി. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊന്നാണ് പോൾ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. PHOL. ഓക്കെ, ഈ PHOL അല്ലെങ്കിൽ പോൾ സ്റ്റെയിൻ എന്ന് പറയുന്നത് ആ LPCBയുമായിട്ട് സിമിലർ ആണ്. LPCB നേരത്തെ പറഞ്ഞല്ലോ, ഇതിനുമായിട്ട് ഫംഗ്ഷൻസിനായിട്ട് സിമിലാരിറ്റി ഉള്ള സ്റ്റെയിൻ ആണ് പോൾ സ്റ്റെയിൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോൾ സ്റ്റെയിനിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? LPCBയിൽ ഫീനോൾ ആണ് ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ഇവിടെ എന്ത് ചെയ്യുന്നു? പോൾ സ്റ്റെയിനിൽ എന്ത് ചെയ്യുന്നു? ഫോർമാലിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഫോർമാലിൻ റീപ്ലേസസ് ഫീനോൾ. ഫീനോളിന് പകരം എന്ത് ചെയ്യുന്നു? ഫോർമാലിൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ LPCBയിൽ പറഞ്ഞ സ്റ്റെയിനിങ് ഏജന്റ് ഏതായിരുന്നു? കോട്ടൺ ബ്ലൂ ആയിരുന്നു. ഇവിടെ കോട്ടൺ ബ്ലൂവിന് പകരം എന്ത് ചെയ്യുന്നു? മെത്തിലീൻ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ. പോൾ സ്റ്റെയിനും LPCBയും തമ്മിലുള്ള ഡിഫറൻസ്. ഫീനോളിന് പകരം ഫോർമാലിൻ യൂസ് ചെയ്യുന്നു, കോട്ടൺ ബ്ലൂവിന് പകരം മെത്തിലീൻ ബ്ലൂ യൂസ് ചെയ്യുന്നു. പോൾ സ്റ്റെയിനിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ പോൾ എന്നുള്ള പേര് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് സയന്റിസ്റ്റുകളുടെ പേര് വെച്ചിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, P for പാൽ, അതേപോലെ തന്നെ H for ഹസഗാവ, O for ഓണോ ആൻഡ് L for ലീ. ഓക്കെ, ഇവരെ 3 പേരുടെയും ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ പോൾ സ്റ്റെയിൻ എന്ന് പറഞ്ഞു. ഓക്കെ, ന്യൂമോണിക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ അവരെന്ത് ചെയ്യുന്നു? പുതിയ പേരിട്ടു. ഓക്കെ, അതാണ് പോൾ സ്റ്റെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫംഗ്ഷനും അതിന്റെ സിമിലാരിറ്റീസും അതിന്റെ ഡിഫറൻസസും മനസ്സിലായാലും LPCBയുമായിട്ടുള്ള. അതേപോലെ തന്നെ അടുത്ത സ്റ്റെയിൻ ആണ് ന്യൂട്രൽ റെഡ് സ്റ്റെയിൻ എന്ന് പറയുന്നത്. ന്യൂട്രൽ റെഡ് സ്റ്റെയിൻ ഇസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ വയബിൾ ആൻഡ് നോൺ വയബിൾ ഫംഗസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. ഓക്കെ, ന്യൂട്രൽ റെഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് സ്റ്റെയിൻ ആണ്. അതുകൊണ്ട് തന്നെ വയബിൾ സെൽസിനെയാണ് അത് മെയിൻലി അത് സ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് വയബിൾ ആയിട്ടുള്ള സെല്ലാണോ നോൺ വയബിൾ ആയിട്ടുള്ള സെല്ലാണോ എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ന്യൂട്രൽ റെഡ് സ്റ്റെയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ.
അതുപോലെ തന്നെ മറ്റൊരു സ്റ്റെയിൻ ആണ് ഡയസോണിയം ബ്ലൂ ബി സ്റ്റെയിൻ എന്ന് പറയുന്നത് മെയിൻലി യൂസിംഗ് ഫോർ ദ ബെസിഡോമൈസിസ് സ്പീഷീസും അസ്കോമൈസിസ് സ്പീഷീസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. ബെസിഡോമൈസിസ് ആൻഡ് അസ്കോമൈസിസ് സ്പീഷീസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ഡയസോണിയം ബ്ലൂ ബി സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ഒരുപാട് സ്റ്റെയിൻസിന്റെ പേര് കേട്ടപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള LPCB, മാക്സിമം സ്പോണ്ടാനോ, മ്യൂസിക് കാർമിൻ സ്റ്റെയിൻ, ഗോമോറിസ് മെത്തനോവിൻ സിൽവർ സ്റ്റെയിൻ, PA സ്റ്റെയിനിങ്, കാൽക്കോഫ്ലോർ, ഗ്രാം സ്റ്റെയിനിങ്, ഇന്ത്യ ഇങ്ക്, KOH, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, മറ്റൊന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കുക. ഓക്കെ, മേബ്ലൻ വാൾഡ് ഗെയിംസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുമെന്നുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക. അടുത്തെന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പറേഷൻസ് ആണ്. കൾച്ചർ ഔട്ട്സൈഡ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം. മെയിൻലി 3 മെത്തേഡ് വഴിയാണ് എന്ത് നമ്മൾ മൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പീസ് മൗണ്ട്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെല്ലോപെൻ ടാപ്പ് പ്രിപ്പറേഷൻ, തേർഡ് വൺ എന്ന് പറയുന്നത് സ്ലൈഡ് കൾച്ചർ ടെക്നിക്കാണ്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് തോന്നും, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് തോന്നും. പക്ഷേ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള സ്ലൈഡ് കൾച്ചർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ മോർഫോളജി ഐഡന്റിഫിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്ലൈഡ് കൾച്ചർ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പീസ് മൗണ്ട് എന്നുള്ളത്. പീസ് മൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു, അതിന്റെ ആ ഒരു ഹൈഫ് അല്ലെങ്കിൽ അതിന്റെ പൊണീരി എന്ത് ഡയറക്റ്റ് നമ്മൾ ഇതുപോലെ ടീസിങ് നീഡിൽ വെച്ചിട്ട്, ഇത്തരത്തിലുള്ള ഈ നീഡിൽസിനെ പറയുന്ന പേരാണ് ടീസിങ് നീഡിൽസ്. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം ഒരു കോളനി, ഒരു LPCB ഒരു ഡ്രോപ്പ് നമ്മൾ സ്ലൈഡിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മളൊരു കോളനി ആഡ് ചെയ്യുന്നു, നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നു, ഐ മീൻ അതിലേക്ക് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള 2 ടീസിങ് നീഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ രണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതിന് ബെറ്റർ ഐഡന്റിഫിക്കേഷന് വേണ്ടി ഇങ്ങനെ ടീസ് ചെയ്ത് കൊടുക്കുന്നു, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കീറി കൊടുക്കുന്നു. ഓക്കെ, അതാണ് എന്ത് പീസ് മൗണ്ട് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് പീസ് മൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ് പീസ് മൗണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മോർഫോളജിക്ക് എന്താണ് പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം. കാരണം എന്താ, നമ്മൾ 2 നീഡിൽസ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ച് ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക ചെയ്യും. അത് കാരണം എന്ത് ചെയ്യുന്നു, അവിടെ അതിന്റെ മോർഫോളജിക്ക് ഡാമേജ് വരാൻ ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് സെല്ലോപെൻ ടാപ്പ് പ്രിപ്പറേഷൻ ആണ്. സെല്ലോപെൻ ടാപ്പ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു സെല്ലോ ടാപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സെല്ലോപെൻ ടാപ്പ് ഉണ്ട്, നമ്മുടെ സാധാ സെല്ലോ ടാപ്പ് പോലുള്ള ഒരു ടാപ്പാണ്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ കോളനിയിലുള്ള നമ്മുടെ കൾച്ചർ പ്ലേറ്റിലുള്ള കോളനിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഒരു അഡിസീവ് പാർട്ടിലേക്ക് എന്ത് ചെയ്യുന്നു, അതിന്റെ സ്പോർസ് ഒക്കെ എന്ത് ചെയ്യുന്നു, അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് നമ്മളൊരു LPCB ഡ്രോപ്പഡ് ആയിട്ടുള്ള സ്ലൈഡിലേക്ക് എന്ത് ചെയ്യുന്നു, അത് പ്ലേസ് ചെയ്തിട്ട് അതുവഴി ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് സെല്ലോപെൻ ടാപ്പ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പാരസിറ്റോളജി എൻട്രോബിയസ് വെർമിക്കുലാരിസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലുള്ള ഒരു ടെക്നിക്കാണ് സെല്ലോപെൻ ടാപ്പ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് സെല്ലോപെൻ ടാപ്പ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതാണ് സ്ലൈഡ് കൾച്ചർ ടെക്നിക്ക് എന്ന് പറയുന്നത്. സ്ലൈഡ് കൾച്ചർ ടെക്നിക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ്, മോർഫോളജിക്ക് വലിയ മാറ്റമൊന്നും വരുന്നില്ല. ഓക്കെ, മോർഫോളജി നമുക്ക് അതുപോലെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്, സ്ലൈഡ് കൾച്ചർ ആണ്. ഓക്കെ, മെത്തേഡ്സ് ഇൻവോൾവ് കൾട്ടിവേഷൻ മോൾ ഡയറക്ട്ലി ഓൺ ദ ഗ്ലാസ് സ്ലൈഡ്. നമ്മൾ ഗ്ലാസ് സ്ലൈഡിലേക്ക് ഡയറക്ട്ലി എന്ത് ചെയ്യുന്നു, കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്ന പേരാണ് സ്ലൈഡ് കൾച്ചർ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എന്താണ് ഈ മൈക്രോസ്കോപ്പ് മോർഫോളജിക്ക് എന്താണ് മിനിമം മെക്കാനിക്കൽ ഡിസ്ട്രക്ഷൻ ആണ്. അവിടെ എന്താണ് മിനിമം ഡിസ്ട്രക്ഷൻ മാത്രമേ നടക്കുള്ളൂ. കാര്യമായിട്ടുള്ള എന്താണ് ടീസിങ്ങോ കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. അത് കാരണം നമുക്ക് എന്താണ് ബെറ്റർ ഐഡന്റിഫിക്കേഷൻ, നമുക്ക് ആ ഒരു മോർഫോളജി അതുപോലെ നിലനിർത്തിയിട്ട് നമുക്ക് എന്താണ് എക്സാമിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതാണ് നമുക്ക് മൈക്രോ സ്ലൈഡ് കൾച്ചർ ടെക്നിക്ക് എന്ന് പറയുന്നത്. ചെയ്യുന്നത് ഇതുപോലെയാണ്. കൾച്ചർ പ്ലേറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യുന്നു, ഒരു മീഡിയ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്തെടുക്കുന്നു. ഒരു കൾച്ചർ പ്ലേറ്റിൽ ഒരു ചെറിയ സ്ക്വയർ രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ മീഡിയ കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്ലൈഡിന് മുകളിൽ പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ ഈ 4 വശത്തേക്ക് എന്താണ് സ്ക്വയർ ആയതുകൊണ്ട് 4 വശങ്ങളുണ്ടാവില്ല, 4 വശത്തേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതുപോലെ ഒരു കോളനിയിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുള്ള കോളനി എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, 4 ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതുപോലെ ഇനോക്കുലേറ്റ് ചെയ്യുന്നു. ഒരു നീഡിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ലൂപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതുപോലെ ഇനോക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു, ഒരു കവർ ഗ്ലാസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ ചാമ്പർ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹ്യൂമിഡിഫൈ ചെയ്യുന്നു. ഒരു ഫിൽറ്റർ പേപ്പറിൽ കോട്ടനോ നനച്ച് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, വെറ്റാക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഹ്യൂമിഡിഫൈ ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാൻ ചെയ്യുക. എന്നിട്ട് അതിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡയറക്ട്ലി ഈ ഒരു സ്ലൈഡ് വെച്ചിട്ട്, ഒരു സ്ലൈഡിന്റെ മുകളിലല്ല ഉള്ളത്, ഒരു 2 days അല്ലെങ്കിൽ ഡെർമറ്റോഫൈസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 7 days ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഗ്രോത്ത് വരും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ സ്ലൈഡിനെ നമ്മൾ ഇതിൽ നിന്ന് ഈ അകാറിനെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, സ്ലൈഡിൽ ഡയറക്റ്റ് LPCB ഡ്രോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ നമുക്ക് എന്ത് ചെയ്യുന്നു, മൈക്രോസ്കോപ്പ് വഴി നമുക്ക് എക്സാമിൻ ചെയ്യാവുന്നതാണ്. ഇതാണ് സ്ലൈഡ് കൾച്ചർ ടെക്നിക്ക് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് കാര്യമായിട്ട് നമ്മൾ ടീസിങ്ങോ കാര്യങ്ങളും ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിന്റെ മോർഫോളജി അതുപോലെ നമുക്ക് നിലനിർത്താൻ സാധിക്കും. അതാണ് സ്ലൈഡ് കൾച്ചർ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റീസെന്റ് ഒരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താ ഏത് ടെക്നിക്കാണ് മോർഫോളജി റിട്ടേൺ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് എന്നുള്ള രീതിക്കാണ് ചോദിച്ചിരുന്നത്. സ്ലൈഡ് കൾച്ചർ മെത്തേഡ് ഏതാണ് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് മീഡിയകളെ കുറിച്ച് പറയാണ്. ഏതൊക്കെയാണ് കൾച്ചർ മീഡിയയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്രോഡെക്സ്ട്രോസ് അഗാറാണ്. ഓക്കെ, മിക്കവാറും പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സബ്രോഡെക്സ്ട്രോസ് അഗാർ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, SDA റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും 90% ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ SDA എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്.
അപ്പോൾ അതുകൊണ്ട് സാബ്രോഡെക്സ്ട്രോസ് അഗാർ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീഡിയ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്, ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർ റൈമണ്ട് ജാക്കസ് ആഡ്രിയൻ സാബ്രോഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. റൈമണ്ട് ജാക്കസ് ആഡ്രിയൻ സാബ്രോഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് 1892 ഫസ്റ്റ് സാബ്രോഡെക്സ്ട്രോസ് അഗാർ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. SDA എന്ന് പറയുന്ന ഒരു ഫംഗൽ കൾച്ചറിന് വേണ്ടിയിട്ടുള്ള സെലക്റ്റീവ് മീഡിയ ആണ്. സെലക്റ്റീവ് മീഡിയ അപ്പോൾ ഫംഗൽ കൾച്ചർ ആണ് SDA എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഡെർമറ്റോഫൈറ്റ്സ്, ഈസ്റ്റ്, അതേപോലെയുള്ള ബാക്കിയുള്ള ഫംഗസിനെയൊക്കെ നമുക്ക് എന്താണ് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫംഗസിന് യൂസ് ചെയ്യുന്ന സെലക്റ്റീവ് മീഡിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് SDA ആണ്. ഓക്കെ, കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന സെലക്റ്റീവ് മീഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് SDA ആണ്. പിന്നെ ഒരുപാട് സെലക്റ്റീവ് മീഡിയ ഉണ്ട്, കോമൺലി യൂസ് ചെയ്യുന്നത് SDA ആണ്. ഓക്കെ, അതേപോലെ തന്നെ അതിലെന്താണ് നോർമലി ഒരു SDA ആന്റിബയോട്ടിക്സ് കാര്യമായിട്ട് പ്രസന്റ് ആയിരിക്കില്ല. ഡസ് നോട്ട് ഇൻക്ലൂഡ് ആന്റിബയോട്ടിക്സ് ആയിരിക്കും നോർമൽ SDA, നോർമൽ സാബ്രോഡെക്സ്ട്രോസ് അഗാറിൽ ഡസ് നോട്ട് ഇൻക്ലൂഡ് ആന്റിബയോട്ടിക്സ് ആണ്. അതേപോലെ തന്നെ അതിന്റെ pH എന്ന് പറയുന്നത് ലോ pH ആയിരിക്കും, ഏകദേശം 5.6 ആയിരിക്കും അതിന്റെ pH എന്ന് പറയുന്നത്. ഓക്കെ, pH എന്ന് പറയുന്നത് 5.6 ആണ്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് 5.6 എന്ന് പറയുന്നത്. ഓക്കെ, 5.6 അതിന്റെ pH പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്, SDA pH എത്രയാണെന്നുള്ളത്. ദാറ്റ് ഈസ് 5.6. അപ്പോൾ ഈ ലോവർ pH ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നു, കുറെ ബാക്ടീരിയൽ ഗ്രോത്തിനൊക്കെ അത് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ലോവർ pH-ലൊന്നും ഗ്രോത്ത് തരാൻ ബുദ്ധിമുട്ടാണ്, കമൻസിൽ ബാക്ടീരിയക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ ബാക്ടീരിയൽ നമുക്ക് ഫംഗസിനെല്ലാം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ SDA എന്ന് പറയുന്നത് ഈ ഫംഗൽ ഗ്രോത്തിനെ ബാക്ടീരിയൽ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെന്ത് ചെയ്യുന്നു, നമ്മൾ pH ലോവർ ആക്കുന്നു. pH എന്ന് പറയുന്നത് 5.6 ആണ്. ഓക്കെ, നോർത്തിരിക്ക നോർമൽ SDA-യുടെ pH ആണ് 5.6 എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി നോക്കാം. ഓക്കെ, അപ്പൊ നോർമൽ SDA-യുടെ pH എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 5.6, അല്ലെങ്കിൽ SDA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ pH എന്ന് പറയുന്നത് 5.6 ആണ്. ഓക്കെ, ഇനി അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1% പെപ്റ്റോൺ, 4% ഡെക്സ്ട്രോസ് ആൻഡ് അഗാർ. ഇത്ര മാത്രമേ അതിന്റെ കമ്പോണൻസ് ഉള്ളൂ. ഏതൊക്കെയാണ് ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇതിന്റെ പെർസെന്റേജും കമ്പോണൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബാക്കിയുള്ള മീഡിയം ഒന്നും പഠിച്ചില്ലെങ്കിലും ഇതെങ്കിലും അറിഞ്ഞിരിക്കണം. 1% പെപ്റ്റോൺ, 4% ഡെക്സ്ട്രോസ് ആൻഡ് അഗാർ. ഇത്ര മാത്രമാണ് ഒരു നോർമൽ SDA പ്രസന്റ് ആയിരിക്കുന്നത്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എമ്മൻസ് മോഡിഫിക്കേഷൻ ഓഫ് SDA. ഓക്കെ, ഈ എമ്മൻസ് മോഡിഫിക്കേഷൻ ഓഫ് SDA അല്ലെങ്കിൽ ന്യൂട്രൽ SDA എന്ന് പറയാം. എന്താണ് ന്യൂട്രൽ SDA? അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കമ്പോണൻസ് മാറ്റിയിട്ട് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് 1% പെപ്റ്റോൺ ആണ് നോർമൽ SDA യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 1% നിയോ പെപ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് പെപ്റ്റോൺ വേറെ ഗ്രേഡ് ആണ് നിയോ പെപ്റ്റോൺ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ 1% നിയോ പെപ്റ്റോൺ ആണ് എമ്മൻസ് മോഡിഫിക്കേഷനിൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവിടെ എന്ത് ചെയ്യുന്നു, ഡെക്സ്ട്രോസിന്റെ കോൺസെൻട്രേഷൻ 4% എന്ത് ചെയ്യുന്നു, 2% ആയിട്ട് കുറക്കുന്നുണ്ട്. 2% ഡെക്സ്ട്രോസ് ആണ് എന്ത് എമ്മൻസ് മോഡിഫിക്കേഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ പല രീതിക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. മിക്കവാറും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചേക്കാം. കാരണം എമ്മൻസ് മോഡിഫിക്കേഷനിൽ 2% ഡെക്സ്ട്രോസ് അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദ നോർമൽ SDA പെർസെന്റേജ് ഓഫ് ഡെക്സ്ട്രോസ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പല രീതി, അല്ലെങ്കിൽ ലോവർ പെർസെന്റേജ് ഓഫ് ഡെക്സ്ട്രോസ് ആണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ പല രീതിക്ക് ചോദിച്ചേക്കാം. അതെല്ലാം എന്താണ് കറക്റ്റ് തന്നെയാണ്. 2% ഡെക്സ്ട്രോസ് ആണ് എമ്മൻസ് മോഡിഫിക്കേഷനിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് നോർമൽ SDA 4% ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ എന്ത് പറയാം, എമ്മൻസ് മോഡിഫിക്കേഷൻ ഓഫ് SDA ന്യൂട്രൽ SDA എന്ന് നമുക്ക് പറയാം. എന്താണ് ന്യൂട്രൽ SDA? ഓക്കെ, ന്യൂട്രൽ SDA എന്ന് പറയാൻ കാരണം എന്താണ്, കാരണം അതിന്റെ ഫൈനൽ pH എന്ന് പറയുന്നത് 6.9 ± 0.2 at 25 degrees. ദാറ്റ് മീൻസ് ഏകദേശം 7 ആണ് pH വരുന്നത്. pH 7 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ദാറ്റ് ഈസ് ന്യൂട്രൽ ആണ്. ഓക്കെ, അപ്പൊ pH 7 വരുന്നത് എന്താണ്, എമ്മൻസ് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ന്യൂട്രൽ SDA ആണ്. അപ്പൊ എപ്പോഴും കൺഫ്യൂഷൻ ചിലവർക്ക് വരാറുണ്ട്. SDA-യുടെ pH എത്ര ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 5.6. പക്ഷേ എമ്മൻസ് മോഡിഫിക്കേഷൻ ഓഫ് SDA അല്ലെങ്കിൽ ന്യൂട്രൽ SDA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് pH 6.9 or pH 7. ഓക്കെ, ആ റേഞ്ചിൽ എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പൊ വെറും സാബ്രോഡെക്സ്ട്രോസ് അഗാർ ആണെന്നുണ്ടെങ്കിൽ 5.6 ആണ് pH. ന്യൂട്രൽ സാബ്രോഡെക്സ്ട്രോസ് അഗാർ എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ pH 7 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. അതിന്റെ കണ്ടൻസ് നോക്കി വെക്കുക. നെക്സ്റ്റ് കുറച്ച് മീഡിയകളുടെ പേര് കൊടുത്തിരിക്കുകയാണ്. ഞാൻ കുറച്ച് ടാബിളായിട്ട് കൊടുത്തതാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ബ്ലൂ കളറിൽ കൊടുത്തതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കും. മറ്റേ അത്ര വലിയ നിർബന്ധമില്ല. ഫസ്റ്റ് ആണ് BHI അഗാർ, ഹാഡ് ഇൻഫ്യൂഷൻ അഗാർ ആണ്. മെയിൻലി സാപ്രോബിക്കൽ പത്തോജനിക് ഫംഗസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡെർമറ്റോഫൈറ്റ് ടെസ്റ്റ് മീഡിയം ഉണ്ട്, ഡെർമറ്റോഫൈറ്റ് ഐഡന്റിഫിക്കേഷൻ മീഡിയം ഉണ്ട്. ഡെർമറ്റോഫൈറ്റ് ടെസ്റ്റ് മീഡിയം യൂസ് ചെയ്യുന്നത് മെയിൻലി ഫോർ സ്ക്രീനിങ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഡെർമറ്റോഫൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീനിങ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡെർമറ്റോഫൈറ്റ് ടെസ്റ്റ് മീഡിയം ആണ്. ഡെർമറ്റോഫൈറ്റ് ഐഡന്റിഫിക്കേഷൻ മീഡിയം എന്ന് പറയുന്നതാണ് ബെറ്റർ ദാൻ ടെസ്റ്റ് മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ബെറ്റർ ദാൻ ടെസ്റ്റ് മീഡിയം. ഓക്കെ, ടെസ്റ്റ് മീഡിയത്തേക്കാൾ കുറച്ചും കൂടി നല്ലത് എന്താണ്, ഡെർമറ്റോഫൈറ്റ് ഐഡന്റിഫിക്കേഷൻ മീഡിയം ആണ്. കൺഫർമേഷൻ മീഡിയം എന്നൊക്കെ പറയുന്നത് ഡെർമറ്റോഫൈറ്റ് ഐഡന്റിഫിക്കേഷൻ മീഡിയം ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് കുറച്ച് മീഡിയത്തിന്റെ പേരുകൾ കൊടുക്കുന്നേ ഉള്ളൂ. അതേപോലെ ആസ്പോസ്പോർ അഗാർ,
ആസ്കോസ്പോർ ലൈക്ക് സെക്കോറോമൈസിസ് സ്പീഷീസിനൊക്കെ നമുക്ക് എന്താണ് ആസ്കോസ്പോർ അഗാർ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കോൺമീൽ അഗാർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കോൺമീൽ അഗാർ. ഓക്കെ, കോൺമീൽ അഗാർ മെയിൻലി യൂസിങ് ഫോർ ദ കാൻഡിഡ സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ, നമ്മൾ സ്പോറുകൾ അസെക്ഷൽ സ്പോർ പറഞ്ഞപ്പോൾ കാൻഡിഡക്ക് ക്ലമിഡോസ്പോർ പ്രസന്റ് ആയിരിക്കും എന്ന് പറഞ്ഞത്. ക്ലമിഡോസ്പോർ പ്രൊഡക്ഷനോ എന്താണ് കാൻഡിഡ ആൽബിക്കൻസ്. കാൻഡിഡ ആൽബിക്കൻസിന്റെ ഒരു യുണീക് ഫീച്ചർ ആണ് ക്ലമിഡോസ്പോർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലമിഡോസ്പോർ ബെറ്റർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം കോൺമീൽ അഗാർ പോലെയുള്ള ന്യൂട്രിയൻ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള മീഡിയ യൂസ് ചെയ്യുമ്പോഴാണ്. നമുക്കറിയാം എന്താണ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്താണ് അവിടെ ന്യൂട്രിയൻസ് ഡെഫിഷ്യന്റ് ആവുന്ന കണ്ടീഷനിലാണ് സ്പോർ ഫോം ചെയ്യുക. അപ്പൊ അത്തരത്തിൽ നമ്മൾ കോൺമീൽ അഗാർ അല്ലെങ്കിൽ റൈസ് സ്റ്റാർച്ച് അഗാർ അത്തരത്തിലുള്ള അഗാറുകൾ യൂസ് ചെയ്യുമ്പോഴാണ് അവിടെ സ്പോറുകൾ അസെക്ഷൽ സ്പോർസുകളൊക്കെ ഫോം ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ക്ലമിഡോസ്പോർ പ്രൊഡക്ഷൻ നമുക്ക് എക്സാമിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് കോൺമീൽ അഗാറാണ് അല്ലെങ്കിൽ റൈസ് സ്റ്റാർച്ച് അഗാറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റൈസ് സ്റ്റാർച്ച് അഗാർ അരി വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, റൈസ് സ്റ്റാർച്ച് അഗാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻലി യൂസ് ഫോർ കാൻഡിഡ ആൽബിക്കൻസിനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലമിഡോസ്പോർ എന്ന് പറഞ്ഞ ആൽബിക്കൻസിന് മാത്രമല്ല ഡുപ്ലിയൻസിനും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽബിക്കൻസിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ കോട്ടൺ സീഡ് കൺവേർഷൻ അഗാർ യൂസ് ചെയ്യുന്നുണ്ട്. ഡൈമോർഫി ഫംഗസിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ സെബക്സ് അഗാർ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻലി ആസ്പെർഗിലസ് സ്പീഷീസിനാണ് യൂസ് ചെയ്യുന്നത്. സെബക് അഗാർ ആസ്പെർഗിലസ് സ്പീഷീസിനാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നൈഗർ സീഡ് അഗാർ മെയിൻലി യൂസിങ് ഫോർ ദ ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ്. നൈഗർ സീഡ് അഗാർ എന്ന് പറയുന്നത് ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. പൊട്ടാറ്റോ ടെസ്ട്രോസ് അഗാർ നമ്മുടെ SDA പോലെ തന്നെയുള്ള മറ്റൊരു മീഡിയം പൊട്ടാറ്റോ ടെസ്ട്രോസ് അഗാർ മെയിൻലി നമുക്ക് എന്താണ് പിഗ്മെന്റ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഫംഗസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ യൂറിയ അഗാർ നമ്മൾ ബാക്ടീരിയോളജിയിൽ യൂറിയസ് ടെസ്റ്റ് പറഞ്ഞിട്ടില്ലേ, ആ യൂറിയസ് ടെസ്റ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. പക്ഷെ എല്ലാ കേസിലല്ല. ചില ക്രിപ്റ്റോകോക്കസ് എന്താണ് യൂറിയസ് പോസിറ്റീവ് ആണ്. അതേപോലെ തന്നെ ചില ഡെർമറ്റോഫൈറ്റ് സ്പീഷീസിന് ലൈക്ക് എന്താണ് ട്രൈക്കോഫൈറ്റ് മെന്റഗ്രാഫൈറ്റ്സ് ഒക്കെ എന്താണ് യൂറിയസ് പോസിറ്റീവ് ആണ്. അപ്പൊ അത്തരത്തിൽ മെന്റഗ്രാഫൈറ്റ്സിനെ മറ്റുള്ള ഡെർമറ്റോഫൈറ്റ്സിനൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂറിയസ് യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ ബാക്ടീരിയോളജി ലാബിൽ യൂസ് ചെയ്യുന്ന യൂറിയസ് ഉണ്ടല്ലോ, അപ്പൊ അത് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഈസ്റ്റ് ഫെർമെന്റേഷൻ ഗ്രോത്ത് ഈസ്റ്റ് നൈട്രജൻ ബേസ് ഇതൊക്കെ നമുക്ക് കാൻഡിഡയുടെ കേസിലാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. കാൻഡിഡ മാത്രമല്ല ഈസ്റ്റ് ഐഡന്റിഫിക്കേഷൻ കാൻഡിഡയിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാൻഡിഡ ഐഡന്റിഫിക്കേഷന്റെ കേസിൽ നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് ഈ ബ്ലൂ കളറിലാക്കിയിട്ടുള്ള മീഡിയം അതിന്റെ ഫംഗ്ഷൻസും ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഓക്കെ, അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇപ്പോൾ കോൺമീൽ അഗാറൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, കോൺമീൽ അഗാറാണ് ക്ലമിഡോസ്പോർ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടെക്നിക്കിന്റെ പറയുന്ന പേരാണ് ഡാൽമപ്ലൈ ടെക്നിക് എന്ന് പറയുന്നത്. അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, കാൻഡിഡ പറയുന്നത് നോക്കാം. അപ്പൊ ജസ്റ്റ് മീഡിയയുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ നൈഗർ സീഡ് അഗാർ മെയിൻലി യൂസിങ് ഫോർ ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് ആണ്. ഓക്കെ, ഇത്രയും മീഡിയയാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രോമഗാർ യൂസ് ചെയ്യാറുണ്ട്. ക്രോമഗാർ എന്ന് പറയുമ്പോൾ എന്താണ് കളർ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഒരു മീഡിയ ആണ്. അവിടെ എന്ത് ചെയ്യുന്നു നമുക്ക് ഡിഫറെന്റ് സ്പീഷീസുകൾ ഡിഫറെന്റ് കളറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ എൻസൈംസിന്റെ പ്രത്യേകത വഴിയൊക്കെയാണ് ഡിഫറെന്റ് കളറുകളായിട്ട് വരുന്നത്. അതായത് മീഡിയ അതുപോലെ കളർലെസ് ആയിട്ടുള്ള മീഡിയ ആയിരിക്കും. പക്ഷെ എന്താണ് ഓരോ സ്പീഷീസുകൾ ഇപ്പൊ കാൻഡിഡയുടെ കേസ് നോക്കുകയാണെങ്കിൽ കാൻഡിഡയിൽ തന്നെ ആൽബിക്കൻസ് ഒരു കളറ്, ട്രോപ്പിക്കാലിസ് ഒരു കളറ്, ലൂസി ഒരു കളർ, അങ്ങനെ ഓരോ സ്പീഷീസുകളിൽ നിന്ന് ഓരോരോ കളറുകളായിട്ട് സെയിം മീഡിയ തന്നെ ഡിഫറെന്റ് കളറുകളായിട്ട് വരും. ഓക്കെ, ഇത്തരത്തിലുള്ളതാണ് ക്രോമഗാർ എന്ന് പറയുന്നത്. ക്രോമഗാർ മെയിൻലി യൂസ് ചെയ്യുന്നത് നമുക്ക് കാൻഡിഡയുടെ കേസിലാണ്. പക്ഷെ മലാസിജിയുടെ കേസിൽ നമുക്ക് മൈക്കോളജിയിൽ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരുപാട് ക്രോമഗാർ ഉണ്ട്. യൂട്ടിയുടെ കേസ് ബാക്ടീരിയോളജിയിലൊക്കെ ഒരുപാട് ക്രോമഗാർ ഉണ്ട് കേട്ടോ. ഫംഗസിന് മൈക്കോളജിയുടെ കേസിൽ നമ്മൾ മെയിൻലി കാൻഡിഡയുടെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ മലാസിജിയുടെ കേസിൽ നമുക്ക് എന്താണ് ക്രോമഗാർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന് ഓരോ സ്പീഷീസുകൾ കാൻഡിഡയുടെ ഓരോ സ്പീഷീസുകൾ ഏതൊക്കെ കളറുകളാണ് തരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മ കിട്ടുമെന്നുണ്ടെങ്കിൽ നോക്കി വെക്കുക. ഓക്കെ, കാൻഡിഡ ആൽബിക്കൻസ് ഗ്രീൻ ആണെന്നുള്ളത് എന്തായാലും അറിഞ്ഞിരിക്കണം. ഗ്രീൻ കളറിലാണ് കാൻഡിഡ ആൽബിക്കൻസ് ഇതുപോലെ ആയിരിക്കും കാണപ്പെടുക. ഓക്കെ, ഗ്രീൻ കളറിൽ കാൻഡിഡ ആൽബിക്കൻസ് കാണും, ഇതുപോലെ ആയിരിക്കും കാൻഡിഡ ആൽബിക്കൻസ് കാണാം. അതേപോലെ തന്നെ ഡുബ്ലിയൻസിസ് ആണെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് ബ്ലൂയിഷ് ഗ്രീൻ കളർ ആയിട്ടായിരിക്കും കാണും. കുറച്ചും കൂടി ഡാർക്ക് ഗ്രീൻ ആയിട്ടായിരിക്കും ഡുബ്ലിനിയൻസിസ് കാണിക്കുക. ഓക്കെ, അതേപോലെ തന്നെ കാൻഡിഡ ട്രൂസി ആണെന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് കളർ ആയിരിക്കും. അതേപോലെ തന്നെ സറൗണ്ടിങ് ആയിട്ടൊരു വൈറ്റിഷ് ഹാലോ ഉണ്ടാവും, ഒരു ജസ്റ്റ് ഒരു വൈറ്റ് ഹാലോ ആ കോളനിക്ക് ചുറ്റിലുണ്ടാവും. അതാണ് ട്രൂസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ കാൻഡിഡ ട്രോപ്പിക്കാലിസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ബ്ലൂ കളർ ആയിരിക്കും, ഒരു മെറ്റാലിക് ബ്ലൂ കളർ ആയിട്ടായിരിക്കും കാണപ്പെടുക. അതേപോലെ തന്നെ ഗ്ലാബ്രേറ്റ പാരാപ്സിലോസിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ക്രീം കളർ ആയിട്ടായിരിക്കും കാണപ്പെടുക. ഒക്കെ ക്രീം അല്ലെങ്കിൽ ഒരു പിങ്ക് കളറൊക്കെ ആയിട്ടായിരിക്കും ഗ്ലാബ്രേറ്റ പാരാപ്സിലോസിസ് ബാക്കിയുള്ള സ്പീഷീസുകൾ കാണും. ഓക്കെ, അതേപോലെ ഒരുപാട് സ്പീഷീസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ക്രോമഗാറിന്. അപ്പോൾ മെയിൻലി നമ്മൾ കാൻഡിഡ ആൽബിക്കൻസ് അതേപോലെ കാൻഡിഡ ട്രോപ്പിക്കാലിസ് അതിനൊക്കെയാണ് നമ്മൾ മെയിൻലി ക്രോമഗാർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കാൻഡിഡ ആൽബിക്കൻസ് എന്ന് പറയുമ്പോൾ ഗ്രീൻ കളറും ട്രോപ്പിക്കാലിസ് എന്ന് പറയുമ്പോൾ ബ്ലൂ കളർ ആയിരിക്കും കാണപ്പെടുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ക്രോമഗാറിൽ പറയാനുള്ളത്. പിന്നെ മറ്റുള്ള കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നുണ്ട്. ചില സ്പെഷ്യൽ ടെസ്റ്റുകൾ ഉണ്ട്. JEM2 ടെസ്റ്റ്, ഡാൽമപ്ലേറ്റ്, ഇത് രണ്ടും നമ്മൾ മെയിൻലി കാൻഡിഡയുടെ കേസിലാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. JEM2 ടെസ്റ്റും ഡാൽമപ്ലേറ്റും അതിന്റെ ടെക്നിക്കും കാര്യങ്ങളും നമ്മൾ പിന്നീട് നോക്കാം. ഓക്കെ, ജസ്റ്റ് പേരുകൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ.
അതേപോലെ ഹെയർ പെർഫോറേഷൻ ടെസ്റ്റ് നമ്മൾ ഡെർമറ്റോഫൈറ്റ്സിന്റെ കേസിലാണ് ഹെയർ പെർഫോറേഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആന്റിബോഡി ഡിറ്റക്ഷൻ ബൈ എലൈസ, ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ, കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റ് അങ്ങനെയുള്ള ആന്റിബോഡി ഡിറ്റക്ഷൻ മെത്തേഡ്സ്, ആന്റിജൻ ഡിറ്റക്ഷൻ ബൈ ലാക്ടേറ്റ് അഗ്ലൂട്ടിനേഷൻ, IHC എന്താണ് ഹിസ്റ്റോകെമിസ്ട്രി, അതേപോലെ തന്നെ ടെസ്റ്റ് ഫോർ മെറ്റബോളൈറ്റ് ഡിറ്റക്ഷൻസിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഗ്യാസ് ക്രോമറ്റോഗ്രഫി വഴി നമുക്ക് എന്താണ് മെറ്റബോളൈറ്റ്സിനെ ഡിറ്റക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ചില സ്കിൻ ടെസ്റ്റുകൾ നമുക്ക് എന്താണ് കാൻഡിഡ് റിയാക്ഷൻസ്, അതേപോലെ തന്നെ ഡെർമറ്റോഫൈറ്റിഡ് റിയാക്ഷൻസ്, അതുപോലെയുള്ള ചില സ്കിൻ ടെസ്റ്റുകൾ, സ്കിന്നിൽ ചെറിയ പാച്ചസ് ഉണ്ടാക്കിയ അലർജിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് നോക്കാൻ വേണ്ടി നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാം. അതേപോലെ തന്നെ മോളിക്കുലർ മെത്തേഡ്സ് ലൈക്ക് PCR, സീക്വൻസിങ് അതുപോലെയുള്ള ഒരുപാട് മോളിക്കുലർ മെത്തേഡ്സുകളൊക്കെ നമുക്ക് എന്താണ് മൈക്രോളജിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എല്ലാം ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഓരോ സ്പെഷ്യൽ ടെസ്റ്റുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫംഗസുകൾ പറയുമ്പോൾ അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അതിന്റെ പ്രൊസീജിയർ വൈസ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറില്ല, ജസ്റ്റ് ഈ പേരുകൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞു. ഇപ്പോൾ ഓരോ ടെസ്റ്റുകൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ GM ട്യൂബ് ആണെങ്കിലും ഡാൽമോപ്ലേറ്റ് ആണെങ്കിലും കാൻഡിഡേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഹെയർ പെർഫോറേഷൻ ടെസ്റ്റ് വേണ്ടി ഡെർമറ്റോഫൈറ്റ്സിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് എലൈസ, ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ, കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ മോളിക്കുലർ മെത്തേഡ്സ് ഒക്കെ നമുക്ക് എന്താണ് മൈക്രോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഏകദേശം ഒരു ജനറൽ ലാബ് ഡയഗ്നോസിസിന് നമ്മൾ മൈക്രോളജി ലാബുകളിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഒരു പെട്ടെന്ന് ഞാൻ ഓടിച്ചു വിട്ടത് തന്നെയാണ് പറഞ്ഞത്, കുറച്ച് സ്പീഡിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇൻഡിവിജ്വൽ ഫംഗസുകൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ജസ്റ്റ് അതിന് മുമ്പ് ഒരു ബേസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഓരോ ഇൻഡിവിജ്വൽ ഫംഗസുകൾ വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 3 ക്വസ്റ്റ്യൻസോളം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം എന്താണ്, അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് എന്ത് ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്ത് തന്നെ ആകെ ഒരു PSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പറിൽ തന്നെ 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് റീസെന്റ് നടന്ന എന്താണ് 258/2023 അതായത് റീസെന്റ് നടന്ന ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എക്സാമിനേഷൻ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. വാട്ട് ഈസ് ട്രൂ അബൌട്ട് ഫംഗൈ? ഫംഗൈ എന്ന് പറയുന്നത് ട്രൂ ഏതാണെന്ന് ചോദിച്ചാൽ ആൽഗലൈക് ഓർഗാനിസംസ്, യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ്, പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആൻഡ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ഏതാണ് ആൻസർ? സ്റ്റാർട്ട് ചെയ്യൂ. ഏതാണ്? യെസ്, ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇറ്റ് ഈസ് ദ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ്. ഓക്കെ, കറക്റ്റ് ആണ്, എല്ലാവരും കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ആർക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത് റീസെന്റ് ചോദിച്ചൊരു എക്സാം എഴുതിയ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് അപ്പോൾ യൂക്കാരിയോട്ടിക് ഓർഗാനിസം ആണ് ഫംഗസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ routine microscopy laboratory identification method of the fungal specimen is done by using. ഏതാണ് നമ്മൾ റുട്ടീനിലെ മൈക്രോസ്കോപ്പി ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഇത് ആ സെയിം എക്സാമിന് ചോദിച്ചത് തന്നെയാണ്. ഏതാണ്? എല്ലാവരും ഓപ്ഷൻ സി കറക്റ്റ് പറയുന്നത്. എന്താണ്? 10% KOH ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 10% KOH. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തുള്ളൂ. അതേപോലെ ഇതും ആ സെയിം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ടെക്നിക് യൂസ് ടു സ്റ്റഡി ഇൻടാക്ട് ഫംഗൽ മോർഫോളജി. അതായത് ഇൻടാക്ട് ആയിട്ട് ഫംഗൽ മോർഫോളജി സ്റ്റഡി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക് ഏതാണെന്നുള്ളത്. ഓപ്ഷൻ എ ജെം ടൂത്ത് ടെക്നിക്, ഓപ്ഷൻ ബി ഹെയർ റൂട്ട് ആൻഡ് ഓപ്ഷൻ സി റൂട്ട് ലാമ്പ് ടെക്നിക് ആൻഡ് ഓപ്ഷൻ ഡി സ്ലൈഡ് കൾച്ചർ. ഓപ്ഷൻ ഡി സ്ലൈഡ് കൾച്ചർ ഇസ് ദ റൈറ്റ് ആൻസർ. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഓടിച്ചിട്ട് എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ലൈഡ് കൾച്ചർ ടെക്നിക്കാണ് നമ്മൾ ഫംഗൽ മോർഫോളജിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്താണ് ഫംഗൽ മോർഫോളജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഏതാണ് ഫംഗസിന് യൂസ് ചെയ്യുന്ന മീഡിയ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് സബ്രോഡെക്സ്ട്രോസാഗർ. അത് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ്. അതായത് ഒരു ഒറ്റ എക്സാമിന് തന്നെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഇൻട്രഡക്ഷൻ പാർട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അതായത് ടോട്ടൽ 6ൽ 4 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയൊക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഓക്കെ, മനസ്സിലായില്ല? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു PSCക്ക് 4 മാർക്ക് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് അറിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ഹ്യൂമൻ ബീങ്സ് ഫംഗൽ ഇൻഫെക്ഷൻസ് ഈസ് നോൺ ആസ് ഫംഗോസിസ്, മൈക്കോസിസ്, മ്യൂക്കോസിസ് ആൻഡ് മൈക്രോമിയ. ഏതാണ്? യെസ്, ഓപ്ഷൻ ബി ആണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് മൈക്കോസിസ്. കറക്റ്റ് ആൻസർ തന്നെയാണ്. മൈക്കോസിസ് എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫംഗോസിസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വന്നേക്കാം. മൈക്കോസിസ് ആണ് ഫംഗൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്.
ഫോർ ദ ഫംഗസ് ദ കൾച്ചർ മീഡിയ ഈസ് ഇത് റീസെന്റ് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഏതാണ് ഫംഗസിന് യൂസ് ചെയ്യുന്ന കൾച്ചർ മീഡിയ എന്നുള്ളത്? ഓപ്ഷൻ എ സാപ്രോട്സ് മീഡിയ, ഓപ്ഷൻ ബി ചോക്ലേറ്റ് അഗാർ മീഡിയ, ഓപ്ഷൻ സി ട്രിപ്ലൈൻ മീഡിയ, ഓപ്ഷൻ ഡി ടെല്ലുറൈറ്റ് മീഡിയ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ സാപ്രോട്ട് മീഡിയ ആണ്. ബാക്കിയുള്ള മീഡിയ നമുക്ക് അറിയാവുന്ന തന്നെയല്ലേ. ട്രിപ്ലൈൻ മീഡിയ എന്ന് പറയുന്നത് പാരസിറ്റോളജി യൂസ് ചെയ്യുന്നതാണ്. ടെല്ലുറൈറ്റ് മീഡിയ എന്ന് പറയുന്നത് ക്ലോറിനെബാക്ടീരിയം ഡിഫ്തീരിയയുടെ കേസിലാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ചോക്ലേറ്റ് അഗാർ നമ്മൾ എന്താണ് ശരിക്കും ഇവിടെ ചോക്ലേറ്റ് അഗാർ നമുക്ക് ഫംഗസിന്റെ കേസിൽ യൂസ് ചെയ്യാം. കാൻഡിയുടെ ഒക്കെ ചോക്ലേറ്റ് അഗാറിൽ പോയിട്ട് തരാറുണ്ട്. പക്ഷേ most appropriate answer എന്ന് പറയുന്നത് that is saprotic media ആണ്. Option A is the right answer. Which of the following it is a statement wise question ആണ്. Which of the following are not the most common cultural characteristics of fungi? ഏതാണ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. എന്താണ്? ഓപ്ഷൻ എ ദേ ആർ heterotypic eukaryotic microorganisms. Option B cell wall is composed of protein. Option C fungus reproduce asexually only. And option D can cause superficial and systemic diseases. ഏതാണ് നോട്ട് ദ മോസ്റ്റ് കോമൺ കൾച്ചർ കാറ്റഗറീസ്? ഏതാണ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? എല്ലാവരും ഓപ്ഷൻ സി ആണ് പറയുന്നത്. നമുക്ക് നോക്കാം. എന്താണ് ഓപ്ഷൻ C is the right answer. Fungi reproduce asexually only. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഫംഗസ് reproduce asexually and sexually format. രണ്ട് രീതിയിൽ എന്താണ് അവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇങ്ങനെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ വളരെ നിങ്ങൾ എന്താ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ വായിക്കണം. എല്ലാവരും കറക്റ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിക്ക് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടുള്ളത്. മനസ്സിലായി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ റുട്ടീൻ മൈക്രോസ്കോപ്പിക് ലബോറട്ടറി ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് ഫോർ ദ ഫംഗൽ സ്പെസിമെൻ ഇസ് ഡൺ ബൈ യൂസിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏതാണ്? ഓപ്ഷൻ എ 70% KOH, ഓപ്ഷൻ ബി 50% to 10% KOH and formula. Yes, option C 10% KOH. And next question എന്ന് പറയുന്നത് what color does the fungal cell wall appear when dyed with the pH change? pH change വെച്ച് ചെയ്യുമ്പോൾ ഫംഗൽ സെൽ വാൾ എന്തായിട്ടായിരിക്കും കാണുക? അല്ലെങ്കിൽ ഫംഗൽ എലമെന്റ്സ് ഏത് കളറിലായിരിക്കും കാണുക? ബ്ലാക്ക്, മെജന്ത, ഇറ്റ് അപ്പിയേഴ്സ് കളർലെസ് ആൻഡ് വയലറ്റ്. ഏതാണ്? ഒരുപാട് സ്റ്റെയിനുകൾ വരും, നമുക്ക് കൺഫ്യൂഷൻ വരും. ഏതാണ്? ഓപ്ഷൻ ബിയും സിയും എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇവിടെ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. മെജന്ത അല്ലെങ്കിൽ ഡീപ് പിങ്ക് കളർ ആയിരിക്കും എന്താണ് pH ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗൽ എലമെന്റ്സ് കാണാം. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു ബ്ലൂയിഷ് കളർ ആയിട്ടായിരിക്കും കാണിക്കുക. അതേപോലെ തന്നെ GMS ചെയിൻ ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ആയിട്ടായിരിക്കും ഫംഗൽ എലമെന്റ്സ് കാണാം. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഗ്രീൻ കളർ ആയിരിക്കും. ഓക്കെ, PHന്റെ കേസിൽ മെജന്ത കളറിലാണത് ഫംഗൽ എലമെന്റ്സ് കാണപ്പെടുക. ഓക്കെ, മനസ്സിലായല്ലോ? സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയുള്ളൂ. ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും നമ്മൾ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷൻസിൽ നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് മിക്കവാറും കാണാറുള്ളത്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസുകളും കാണാറുണ്ട്. ഓക്കെ, നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ അടുത്ത ക്ലാസ്സുകളിൽ നോക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് സ്പീഡിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മളിതെല്ലാം ഇൻഡിവിജ്വൽ ഫംഗസുകൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇതിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ബേസിക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസുകൾ ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. ഓക്കെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്തിട്ടോ ചോദിക്കുക. അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ സഡൻലി ആൻസർ പറഞ്ഞുതരാം. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ റെഫർ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു ആൾ. എല്ലാവരും ക്ലിയർ എന്നാണ് പറയുന്നത്. ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് അയച്ചു തരാം. ഞാൻ സാറിന് അത് ഫോർവേഡ് ചെയ്യും. അതിന് മറുപടി കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം. കാരണം എന്താ വെച്ചാൽ ഈ പോർഷന് ഒരു ലെങ്തി പോർഷൻ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഏകദേശം 1.25 മണിക്കൂർ കൊണ്ട് ഒരു ഫാസ്റ്റ് ട്രാക്ക് മോഡിലാണ് സാറ് പോയത്. പിന്നെ ഇടയ്ക്ക് നമുക്ക് ശബ്ദത്തിന്റെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എന്തായാലും അടുത്ത ക്ലാസ്സിൽ അതൊക്കെ ഭംഗിയാവും. കുറച്ചും കൂടെ സ്ലോ ആയിട്ട് നമ്മൾ പോകും. ഇത് നമ്മളൊരു പ്രധാനപ്പെട്ട ഇൻട്രൊഡക്ഷൻ പോയിന്റിൽ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുമെന്നും അതുപോലെ ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി. അപ്പൊ അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ കുഞ്ഞു കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ പാർട്ടും ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ അതിന്റെ കുറച്ച് അഡ്വാൻസ് ലെവൽ ഇൻഫോർമേഷൻസും പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, ഈവൻ നിങ്ങളുടെ സൗണ്ട് ക്ലാരിറ്റി ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്തവർ ഒന്നുകൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇന്നിപ്പോ എനിക്ക് 2-3 കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ നടന്ന ക്ലാസ്സുകളൊക്കെ വീണ്ടും കേട്ടു. അപ്പൊ ആ ക്ലാസ്സുകൾക്കിടയിൽ കുറെ പോയിന്റ്സ് വീണ്ടും കേട്ടപ്പോൾ കിട്ടി. അതുപോലെ തന്നെ കുറെ പഴയ ക്വസ്റ്റ്യൻസ് ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ വീഡിയോ ക്ലാസ്സുകൾ വീണ്ടും കേൾക്കുക. ബേസ് സെറ്റാക്കുക.
എന്നിട്ട് അതിന്റെ മേളിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും പഠനം ഊർജിതമാക്കണം തന്നെയാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റൈസ് ചെയ്യാം. അത് നമ്മൾ കൺസേൺഡ് ഫാക്കൽറ്റിക്ക് ഡയറക്റ്റ് ചെയ്യും. അവർ അതിനനുസരിച്ചുള്ള ആൻസർ തരാറുണ്ട്. ഇന്നിപ്പോൾ കുട്ടികൾ പേഴ്സണലായിട്ട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. അതൊക്കെ ഞാൻ ഇന്നലെ ക്ലാസ് എടുത്ത് സാറിന് അയച്ചു കൊടുത്തു. വളരെ ക്ലീൻ ആയിട്ടുള്ള മറുപടി അവർക്ക് കിട്ടുകയും ചെയ്തു. അതേപോലുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. എസ്പെഷ്യലി എനി ഡൗട്ട്സ് ഫ്രം ദ സബ്ജക്ട്. അതാണ് പ്രധാനമായിട്ട് ഫീഡ്ബാക്ക് എന്ന് ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ALSനെ കോൺടാക്ട് ചെയ്യുക. വി വിൽ ഡയറക്ട് ദ ക്വസ്റ്റ്യൻസ് ടു ദ ഫാക്കൽറ്റി. അവർ അപ്പോൾ പേഴ്സണലായിട്ട് മറുപടി അയച്ചാൽ പോലും നെക്സ്റ്റ് ക്ലാസ്സിൽ അത് എല്ലാവർക്കും വേണ്ടി പറയുകയും ചെയ്യും. Okay, thank you, and sir, thank you so much. Thank you very much for your wonderful introduction to mycology. Thank you so much. നമുക്ക് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ സാവകാശത്തിൽ അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം. ഇതെനിക്ക് മനസ്സിലായി, കുറച്ച് വേഗത്തിൽ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായി. താങ്ക് യു സോ മച്ച്. നമ്മൾ തൽക്കാലം ക്ലോസ് ചെയ്യാണ്. നാളെ ഒന്നുകൂടെ പറയാണ്, നാളെ നമ്മുടെ വെബിനാറാണ്. ഒരു ഇന്റർനാഷണൽ ലെവൽ വെബിനാർ ആയിരിക്കും. നിങ്ങൾ പഠിച്ചിറങ്ങിയ സുഹൃത്തുക്കളോടൊക്കെ പറയാ. എസ്പെഷ്യലി ജോലി ചെയ്യുന്നവര്, ഗൾഫിലൊക്കെ ജോലി നോക്കുന്നവര്, ഈവൻ നിങ്ങൾ PSC പ്രിപ്പയർ ചെയ്യുന്നവർ, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ ഇവിടെ ഒരു ഇന്റർനാഷണൽ ലെവൽ ഒരു ഇന്റർവ്യൂവിനൊക്കെ വരുന്ന സമയത്തൊക്കെ ഇവരൊക്കെ ഇന്റർവ്യൂ ബോർഡിലൊക്കെ ഉണ്ടാവും, ഞാൻ കണ്ടിട്ടുണ്ട്. സോ അവരുടെ ക്വസ്റ്റ്യൻ എന്തായാലും 1-2 QC ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആളുകളോടൊക്കെ താല്പര്യമുള്ളവരൊക്കെ അറിയിക്കുക. അതാണ് ഇപ്രാവശ്യം പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. Good night.